ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ധ്യാസമയത്ത് കർത്താവിനെ നമ്മൾ ആരാധിക്കാനായിട്ട് പോവുകയാണ്. ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്ന ഓരോ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അല്പസമയം കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്പസമയം കർത്താവിനെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അതിനു മുന്നായിട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം ഈശോപ്പ. സ്നേഹനിധിമേ നല്ല സ്വർഗീയ നല്ല പിതാവേ അപ്പ, ഈ സമയത്തിനായി കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു ഈശോപ്പ. കർത്താവെ, സന്ധ്യാസമയത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു ഈശോപ്പ. വചനത്തിൽ പറയുന്നത് പോലെ 2-3 പേര് നാമത്തിൽ എവിടെ കൂടുന്നു അവരുടെ മധ്യത്തിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യമുള്ള കൃപയ്ക്കായി നന്ദി പറയുന്നു ഈശോപ്പ. ഹല്ലേലൂയ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു ഈശോപ്പ. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്താൽ കർത്താവെ ഓരോ മക്കളെയും അപ്പം അങ്ങ് നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോപ്പ. ഹല്ലേലൂയ കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവെ അങ്ങ് ഞങ്ങളെ നടത്തി, ഞങ്ങളെ പോറ്റി, ഞങ്ങളെ പുലർത്തിയതിനെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു ഈശോപ്പ. എത്ര സ്തുതിച്ചാലും കർത്താവെ മതി വരില്ല കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ഞങ്ങൾ മറ്റുള്ള ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കർത്താവെ അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ കർത്താവെ അങ്ങേ ആരാധിക്കുവാനായിട്ട് കടന്നു വരുന്നു ഈശോപ്പ. പരിശുദ്ധാത്മാവിനാൽ കർത്താവെ അങ്ങ് നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോപ്പ. പാട്ടിൽ പറയുന്നത് പോലെ കർത്താവെ സർവ്വ നന്മകൾക്കും സർവ്വദാനങ്ങൾക്കുമായി കർത്താവെ നന്ദി പറയുന്നു ഈശോപ്പ. ഹല്ലേലൂയ കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ കർത്താവെ അങ്ങ് നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ആ ദൈവത്തെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ നന്ദിയോടെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെൻ യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരമേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരമേ നന്ദിയാ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെൻ യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരമേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരമേ നന്ദിയാ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. നാഥൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാറോട് ചേർത്തണച്ചു. നാഥൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാറോട് ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെൻ
ഉറവിടമാമെന്നേശുവേ സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാം അനുദിനവും എന്നെ പരനേ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാം അനുദിനവും എന്നെ പരനേ നൽവരങ്ങളെ നൽകിയിടുക ഇരുവേളയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. ഹല്ലേലൂയ കർത്താവേ ഈശോപ്പ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു ഈശോപ്പ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ ഈശോപ്പ. അങ്ങയുടെ ആ ഒരു സാന്നിധ്യമുള്ള കൃപയ്ക്കായി കർത്താവെ നന്ദി പറയുന്നു ഈശോപ്പ. ഹല്ലേലൂയ കർത്താവെ. അപ്പ അങ്ങയുടെ സാന്നിധ്യമുള്ള കൃപയ്ക്കായി നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യം അപ്പൊ കൂടെയുള്ള കൃപയ്ക്കായി നന്ദി പറയുന്നു ഈശോപ്പ. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. നമുക്ക് ആ കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കാരണം പാട്ടുകൾ പറയുന്നത് പോലെ യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. നമുക്ക് സന്തോഷത്തോടു കൂടി കരങ്ങളേക്ക് തട്ടി സന്തോഷത്തോടു കൂടി പൂർണ്ണ ആത്മാവോടി കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സൃഷ്ടികളും ഒന്നായി സ്തുതിക്കുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. തലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനേ. തലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനേ.
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. കരുണ തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, സ്നേഹമാശ്ചര്യമേ തന്റെ കരുണ എത്രയോ സ്നേഹമാശ്ചര്യമേ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്നെ സ്നേഹത്താൽ. ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്നെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. മാറാത്തവൻ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ലോകശൈലിക്ക് സഹായകരും കാലഗീതവും അവൻ. ലോകശൈലിക്ക് സഹായകരും കാലഗീതവും അവൻ. നല്ല വൈദ്യരും ദിവ്യൌഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. ദിവ്യൌഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് പ്രകാശം ഞാനും പ്രാപിപ്പാം. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് പ്രകാശം ഞാനും പ്രാപിപ്പാം. ശക്തികളിൽ ചെന്നൈയും തൻ സന്നിധിയിൽ നീർത്തിടുമേ. ദിവ്യാത്മാവാ ശക്തികളിൽ ചെന്നൈയും തൻ സന്നിധിയിൽ നീർത്തിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചോട്ടെ. അല്പസമയം മാത്രം എല്ലാ കണ്ണുകളും അടച്ചിട്ട് കർത്താവിനോട് പറഞ്ഞാട്ടെ, ഇന്ന് ഈ രാത്രിയിൽ അവിടുത്തെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയം തുറന്നു തരുവാൻ, ആകുല ചിന്തകളൊക്കെ മാറ്റിവെച്ച് ഭാരം, ഈ ലോകഭാരവും ജോലി ഭാരവും ഒക്കെ മാറ്റിവെച്ച് ശാന്തമായ ഹൃദയത്തോടെ അങ്ങയുടെ മുമ്പിൽ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവാം ദൈവം ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ മുഖം അന്വേഷിക്കുവാൻ, അവിടുത്തെ ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ പലകിൽ എഴുതുവാൻ, അവിടുത്തെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ മുഴുവൻ ഇഷ്ടങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതുവാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിലും ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് കീഴ്പ്പെടുകയാണ്. ഒരു കുഞ്ഞിനെ പോലെ, ശിശുവിനെ പോലെ, ഒരു ശിഷ്യനെ പോലെ ആ ഗുരുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പണിയണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശാന്തമാക്കണമേ. എല്ലാ കുലശുദ്ധകളിൽ നിന്നെല്ലാം വിട്ടുമാറി ഞങ്ങളുടെ ഹൃദയം ശാന്തമാക്കി തരുവാൻ, നല്ല നിലമാക്കി തരുവാൻ സ്വർഗമിടയാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് തിരുമുമ്പിലേക്ക് കടന്നു വരികയാണ്.
ഞങ്ങൾ സഹോദരങ്ങളായ ഒരപ്പന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് തിരുമുലേക്ക് കടന്നു വരികയാണ്. കർത്താവ്, അങ്ങ് വെറുക്കുന്നതിനെ ഞങ്ങൾക്ക് വെറുക്കുവാൻ, അങ്ങ് ഇഷ്ടപ്പെടുന്നതിനെ മാത്രം ഞങ്ങളും ഇഷ്ടപ്പെടുവാൻ കർത്താവ് ഇന്ന് രാത്രിയിലും അത് കേൾക്കുവാൻ ഞങ്ങൾ ഇതാ ഹൃദയം തുറന്നു വെച്ച് അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവ് ജീവിതം ഞങ്ങളെ സഹായിക്കട്ടെ. എല്ലാ ഹൃദയം കൊണ്ട് സംസാരിക്കണമേ. ഈ നിമിഷം മുതൽ ആത്മാവിന്റെ സ്വരം കേൾക്കുന്നവരായി തീരുവാൻ, ആത്മാവിന്റെ സാന്നിധ്യ സ്പർശനം അനുഭവിക്കുന്നവരായി തീരുവാൻ, കേൾക്കുന്ന വചനത്തിന് മേലുള്ള ജീവനെയും ആത്മാവിനെയും ഈ നിമിഷം മുതൽ അവിടുത്തെ കർത്താവ് ഓരോ മക്കളും അനുഭവിക്കാതൊക്കെ വേണം അങ്ങയുടെ ആത്മാവ് ഇടപെടണമെന്ന് ഞാൻ സ്വർഗ്ഗത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഈ യാചിക്കുകയാണ്. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും സാധ്യമല്ല, അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും സാധ്യമല്ല. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഏറ്റുപറയുകയാണ്. അങ്ങ് ഈ നിമിഷം തങ്ങളുടെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ മൂടി, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശാന്തമാക്കി തന്ന് നല്ല നിലമാക്കി മാറ്റി കേൾക്കുന്ന വചനങ്ങൾ ആ ഹൃദയപ്പലകയിൽ സൂക്ഷിക്കാതൊക്കെ വേണം അങ്ങയുടെ ആത്മാവ് ഇടപെടുന്ന കൃപക്കായി നന്ദി പറയുന്നു. അടിയനോ അങ്ങയുടെ കൂടെ കുരിശിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ആത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തോട് ബന്ധത്തിൽ വീണ്ടും തുടർന്ന് ചിന്തിക്കുവാൻ തക്ക വേണം. കർത്താവെ, വളരെയേറെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ലോകമെന്ന് പറയുന്ന പൈശാചിക ലോകത്തെ ജയിക്കുവാൻ, പിശാച് ഭരിക്കുന്ന ആ ലോകത്തെ ജയിക്കുവാൻ, അവൻ തരുന്ന ചിന്തകളെയും അവൻ തരുന്ന എല്ലാ ഉറക്കക്ഷീണത്തെയും എല്ലാവിധമായ ആലസ്യതകളെയും ഞങ്ങൾക്ക് ജയിച്ച് കർത്താവെ അവിടെയെല്ലാം മുന്നോട്ട് ആഞ്ഞും കൊണ്ട് ഓടുവാൻ തക്ക വേണം. കർത്താവ് ഇന്ന് എല്ലാ ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൃപക്കായി നന്ദി പറയുന്നു. ഏൽപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ ആരംഭിച്ചു തുടങ്ങിയത് എന്താണ്? വേൾഡ്, ലോകം. ലോകത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ പറഞ്ഞു തുടങ്ങി വെച്ചത്, അല്ലേ? കഴിഞ്ഞ ആഴ്ച അല്പമായി മുഖപരമായി നമ്മൾ പറഞ്ഞു തുടങ്ങിയായിരുന്നു. കാരണം ഇതൊരു ഇൻവിസിബിൾ, ഒരു വേറൊരു ലോകമാണ്, കാണാൻ കഴിയാത്ത മറ്റൊരു ലോകമാണിത്. ഹല്ലേലൂയ. ഇവിടെയുണ്ടത്. ഈ ലോകം ഇപ്പോൾ നമ്മുടെ അടുക്കൽ തന്നെയുണ്ട്. നമ്മുടെ അടുക്കൽ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പലപ്പോഴും പരിശോധിച്ചാൽ അകത്തുപോലും ആ ലോകത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും, നമുക്കറിയാൻ കഴിയും. നമ്മുടെ ചിന്തകൾ എത്രമാത്രം മാറുന്നുവെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം അത്രമേറെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് വേൾഡ്, ലോകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ബൈബിളിൽ പലപ്പോഴും ലോകം പല വ്യത്യസ്തമായ വാക്കുകൾ ലോകം ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യവർഗത്തിൽ ലോകമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയെ ലോകമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒട്ടനവധി നമ്മളെ തെറ്റിക്കുന്ന വ്യത്യസ്തമായ വാക്കുകൾ, വാക്കിന്റെ പരിമിതികൾ കൊണ്ട് ബൈബിൾ എഴുതിയപ്പോൾ നാം അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ലോകം എന്താണെന്ന് കറക്റ്റായിട്ട് അറിയുന്നില്ലെങ്കിൽ, നമ്മൾ വെളിപ്പാടാകുന്നില്ലെങ്കിൽ പലപ്പോഴും ലോകമെന്ന് പറയുന്ന ആ ദൈവത്തെ സേവിച്ചും സ്നേഹിച്ചും നമ്മൾ അറിയാതെ നമ്മൾ ക്രിസ്തു എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കും. പക്ഷേ അവസാനം ആ ന്യായവിധിയുടെ മുമ്പിൽ വന്ന് തീരുമ്പോൾ മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ. കാരണം നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അന്യഭാഷ പറയാനും മറ്റൊന്നിനും വേണ്ടി മാത്രമല്ല, അതൊക്കെ നമുക്ക് എല്ലാം ഉണ്ട്. നമുക്ക് യഥാർത്ഥമായ സത്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. കർത്താവ് ഇനി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കരങ്ങൾ പിടിച്ച് നടത്തിപ്പിക്കില്ല, ഒരിക്കലും നമ്മളെ നടത്തിപ്പിക്കില്ല, അല്ലെ? കരങ്ങൾ പിടിച്ച് ഇങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, നിന്നെ അങ്ങോട്ട് പോ, ഒന്നും കർത്താവിന് ചെയ്യത്തില്ല. അവന് പറയാനുള്ള മുഴുവനും അവൻ നമ്മുടെ കയ്യിലുള്ള പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചവൻ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ നമ്മൾ മടയന്മാർ തന്നെയാണ്. നമുക്ക് ക്രിസ്തുവിനെ മനസ്സിലായിട്ടില്ല ഇന്ന് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു മണവാളൻ ഒരു ആത്മമണവാളനായ ക്രിസ്തു ഇരിക്കെ ഒരു മണവാളൻ നമുക്കിവിടെയുണ്ട്. അത് പറയുന്ന ഞങ്ങൾ ലോകമെന്ന് പറയുന്ന കാമുകൻ എന്നാണ് വിളിക്കുന്ന പേര്. ഞങ്ങൾ മണവാളൻ എന്നല്ല, കാമുകൻ എന്ന നല്ല പേര്. അപ്പോൾ വേറൊരു കാമുകൻ ഇവിടെയുണ്ട്. നമ്മൾ അറിയാതെ പലപ്പോഴും അതിൽ വീണ് കിടക്കുക. നല്ലൊരു ശതമാനം വിശ്വാസികളും അതിൽ വീണിരിക്കുക, നമ്മൾ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും. അതുകൊണ്ട് ഈ ലോകമെന്ന് പറയുന്ന ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അനേകരും ക്ഷീണത്തിലേക്ക് ഭംഗിപ്പെട്ടു പോകും, ഉറങ്ങിപ്പോകും. കാരണം ഇത് സംസാരിക്കുന്നത് മുഴുവനും ആ മറ്റൊരുത്തിനെ കുറിച്ച്, അദൃശ്യമായി വീണുപോയ ഒരുവനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണിത്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ 666 കുറിച്ച് പഠിപ്പിച്ചാൽ ആർക്കും പെട്ടെന്ന് തലയിൽ കയറത്തില്ല. കാരണം വെളിപ്പാട് ദിവസം 13 എടുത്താൽ തന്നെ അപ്പം തന്നെ കൂർക്കമ്പലിയുടെ സൗണ്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്ന മകളെ എങ്ങനെ കേട്ടോണ്ടിരിക്കുക. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് കേൾക്കുവാൻ സമ്മതിക്കത്തില്ല അവൻ. അതിനെപ്പോലെ തന്നെ ഒരു ക്ലാസ്സാണ് വേൾഡ്, ലോകം. കാരണം ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് ദൈവമല്ല, നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ ആഴ്ച വ്യക്തമായി ഞാൻ ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. അപ്പൊ അതുകൊണ്ട് ഈ ലോകമെന്ന് പറയുന്ന, ഈ പിശാച് ഭരിക്കുന്ന ലോകമെന്ന് പറയുന്നത് ഇവിടെ തന്നെയുണ്ട്. ഹല്ലേലൂയ. അതിനെ തകർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. അവൻ ഭൂമിയിലേക്ക് വന്നത്, അവൻ ഉയർത്തെഴുന്നേറ്റ് ജയാളിയായി പോയതും അവൻ ഇവിടെ ജയിച്ചിട്ടാ പോയത്. പക്ഷേ അവന്റെ ശരീരം, സഭ, അവന്റെ ഉടൽ, അല്ലേ, സഭ എന്ന് പറയുന്ന നാം ഇവിടെ തന്നെ കിടക്കുകയാണ്. എന്തിനാ നമ്മൾ ഇവിടെ കർത്താവ് ഇട്ടിരിക്കുന്ന അറിയാമോ?
കർത്താവ് ജയാളിയായി സ്വർഗത്തിൽ പോയിരിക്കുകയാണ്. പക്ഷേ അവന്റെ ശരീരം ഇന്നും ജയിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ജയാളിയായി സ്വർഗത്തിൽ പോയി ഇപ്പോഴും കാത്തിരിക്കുന്നതെന്നാ അറിയാമോ? അവന്റെ ശരീരമാകുന്ന സഭ ഇവിടെ ജയം പ്രാപിക്കണം. അതിനുവേണ്ടി നമുക്ക് വേണ്ടി പക്ഷപാതം പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് എന്തിനേക്ക് ജയിച്ചോ നമ്മളും ജയിക്കുവാൻ നമ്മളെ ഭൂമിയിൽ അവൻ വെച്ചു പോയിരിക്കുക. ഹല്ലേലൂയ. എനിക്ക് പറഞ്ഞതിനർത്ഥം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് വളരെ ആഴമായി ശ്രദ്ധിക്കേണ്ട വളരെ വലിയ വിഷയമാണ്. കാരണം ലോകത്തെക്കുറിച്ച് സ്പർശിച്ചാൽ ഇത് മതത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നതും ഇതേ സ്പിരിറ്റാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം, വിദ്യാഭ്യാസ മേഖലയുടെ പുറകിൽ പ്രവർത്തിക്കുന്നതും ഇതേ സിസ്റ്റമാണ്. ലോകത്തിലെ ഉത്സവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലേ, അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതേ ലോകമാണ്. എത്രയൊക്കെ മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. മോഹങ്ങൾ, ഇമ്പങ്ങൾ നമ്മുടെ അകത്തേക്ക് തരുന്നത് ഇതേ ലോകത്തിലെ പ്രഭുവാണ്. നമുക്കറിയാത്തൊരു മറ്റൊരു വിഷയമുണ്ട്. ഞാൻ ഒരു ക്ലാസ് തൊട്ടിട്ട് പോലും ഇല്ല. തൊട്ടാൽ അത് ഇനിയും വയലന്റ് ആവും. കാരണം മറ്റൊന്നുമല്ല, ഒരു ജഡമെന്ന് പറയുന്ന സാധനം നമ്മുടെ അകത്തുണ്ട്. ഉണ്ടോ? ഇടക്കൊക്കെ പൊങ്ങി വരും. നമുക്കറിയാം ജഡമനുഷ്യൻ എന്നല്ലേ. ഒട്ടനവധി എട്ട് തരം മനുഷ്യനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു ജഡമനുഷ്യൻ. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ സാധനം നമുക്കില്ല. അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ആത്മദേഹി ദേഹം 3 മാത്രമേ ഉള്ളൂ. പക്ഷേ വഴിയാത്രയിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ അകത്തേക്ക് സൃഷ്ടിക്കപ്പെട്ട ഒരു സാധനമാണ് ഏതറിയാമോ? ജഡമെന്ന് പറയുന്നത്. അത് ഇതുപോലെ സിസ്റ്റം ഓഫ് ദിസ് വേൾഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതൊരു സിസ്റ്റം ഇതിനകത്ത് ശരീരത്തിനകത്ത് വെച്ചിരിക്കുന്ന പേരാ ജഡമെന്ന് പറയുന്നത്. ഞാൻ മറ്റൊരു വിധത്തിൽ ഞാൻ അതിന് വേറൊരു പേര് കൊടുക്കാറുണ്ട്. സാത്താന്റെ കുഞ്ഞെന്ന് ഞാൻ കൊടുക്കാറുണ്ട് അതിന് പേര്. നമ്മുടെ അകത്ത് ഒരു സാത്താന്റെ കുഞ്ഞുണ്ട്. ആദോ ഹവ്വയും ചേർന്നതല്ല, ഹവ്വയും പിശാചും കൂടി ചേർന്നപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചതല്ല, ഒരു ജഡം എന്ന് പറയുന്ന ഒരു കുഞ്ഞ്. പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുതേ. ഒരു ജഡം എന്ന് പറയുന്ന കുഞ്ഞ്. ആ ജഡം പൊങ്ങുമ്പോൾ പുറത്തുനിന്ന് പിശാച് അപ്പന് പുറത്തുനിന്ന് ആകർഷിക്കുമ്പോൾ അകത്തുനിന്ന് അവന്റെ മകൻ ഇപ്പോഴും നമ്മളെ വശീകരിച്ചുകൊണ്ടിരിക്കുക. അകത്തുനിന്ന് ജഡം ഇങ്ങനെ ഇതൊക്കെ അകത്ത് വെച്ചിരുന്ന സിസ്റ്റമാണ് നമ്മുടെ അകത്ത്. ഗ്രഹിക്കുന്നുണ്ടോ ആവോ എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇതൊരു സിസ്റ്റമാണ്. ഇതുപോലെ തന്നെ മറ്റൊരു സിസ്റ്റമാണ് ഈ ലോകമെന്ന് പറയുന്ന സിസ്റ്റം. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇത് നമ്മളെ വഴിതെറ്റിക്കാൻ ഇടയുണ്ട്. കാരണം അനേക വിശ്വാസികളും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്, ഇതിന്റെ കീഴിൽ നിൽക്കുന്നവരാണ്. നിങ്ങൾ എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. കാരണം അനേക വിശ്വാസികളും ലോകത്തിന്റെ പ്രഭുവിന്റെ കീഴിൽ നിൽക്കുകയാണ്. കാരണം അവർക്കറിയില്ല ഇത് ലോകമാണോ, ഇത് ബിബ്ലിക്കലാണോ, ഒന്നും അറിയാതെ. കാരണം എന്താ? ഇപ്പൊ ക്രിസ്മസ് ആഘോഷിക്കുന്നു, സത്യമാണ്, നല്ല കാര്യമല്ലേ ക്രിസ്മസ് ജനദിവസമല്ലേ. പക്ഷേ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ഏതാണെന്ന് അറിയത്തില്ല. ഞാൻ നീ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ക്രിസ്മസ് ആഘോഷിക്കുക നമ്മള്, വർഷങ്ങളായി നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റാന്ന് അറിയത്തില്ല. നമുക്ക് അറിയാതെ പറ്റിപ്പോകുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ പതിയെ നിങ്ങളോട് സംസാരിക്കും. പണ്ട് ഞാൻ താഴത്തെ സർവീസിലെടുത്ത, പക്ഷെ അനേകം മനസ്സിലായി കാണുമില്ലെന്ന് എനിക്കറിയാം. കാരണം ഇത് പെട്ടെന്ന് ഹൃദയത്തിൽ വെളിപ്പാടാകുന്ന കാര്യമല്ല വേൾഡ്. കാരണം ഇതിന്മേൽ പ്രവർത്തിക്കുന്നത് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിരിക്കുന്നു. ഈ ലോകം ഭരിക്കുന്ന പൈശാചികനാണ്. വെളിപ്പാട് ദിവസം പഠിക്കുമ്പോൾ നിങ്ങൾ സാത്താന്റെ ആഴങ്ങൾ പറ വെളിപ്പാട് പുസ്തകം സഭയോട് ഇത് പറയുമ്പോൾ നിങ്ങൾ സാത്താന്റെ ആഴങ്ങൾ അറിയാത്തവരല്ലോ. ആദ്യമായി കേൾക്കുന്ന പോലെ ഇരിക്കുന്നല്ലോ ഇപ്പോ അല്ലെ. വെളിപ്പാട് പുസ്തകത്തിൽ സഭയോട് പറയാ നിങ്ങൾ സാത്താന്റെ ആഴങ്ങൾ അറിയാത്തവരല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഭക്തന്റെ ഉത്തരവാദിത്തമാണ് സാത്താന്റെ തന്ത്രങ്ങളും ആഴങ്ങളും തിരിച്ചറിയുക എന്നുള്ളത്. അതുകൊണ്ട് ഇത് അറിയാത്തത് കൊണ്ട്, സാത്താനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഇന്ന് അനേക വിശ്വാസികളും അവന്റെ കീഴിൽ നിൽക്കുകയാണ്. കാരണം അവൻ എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. കാരണം അതറിയുന്നില്ലെങ്കിൽ നമ്മൾ ന്യായവിധിയുടെ മുമ്പിൽ ചെല്ലുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. ഇപ്പോഴൊന്നും അറിയത്തില്ല. ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസം പറഞ്ഞു, 10ാം ക്ലാസ് പരീക്ഷ തോറ്റുപോയാൽ വീണ്ടും എഴുതിയെടുക്കാം നമുക്ക്. പക്ഷേ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിന് തക്കവണ്ണം നാമെല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കേണ്ടതാണ്. ഹല്ലേലൂയ. അത് ഞാൻ പറയുന്ന അർത്ഥം വളരെ ആഴമായ വിഷയമുള്ളത് കൊണ്ട് ഈ ക്ലാസ് അത്രയും ആഴമാണ്. നമ്മൾ ഇത് അറിഞ്ഞേ മതിയാകത്തുള്ളൂ. കാരണം ഒരു കാല് ലോകത്തിലും മറുകാല് ദൈവസഭയിൽ വെച്ചിരിക്കുന്ന നല്ലൊരു കൂട്ടം വിശ്വാസികളുമാണ് ഇന്ന് ലോകത്തിലുള്ളത്. ആണോ ഇല്ലയോ? അതുകൊണ്ട് അനേക ഇന്ന് യൂട്യൂബൊക്കെ നോക്കിയാൽ ലോകം തരാമെന്ന പ്രസംഗം, ലോകത്തിൽ നിങ്ങളെ വലിയവനാക്കാമെന്ന പ്രസംഗം. ആണോ ഇല്ലയോ? ഇത് ഞാൻ പറഞ്ഞല്ല, കർത്താവ് പറഞ്ഞ വാക്കാ. മത്തായി 24-2-3 വാക്യം പഠിക്കുമ്പോൾ അനേകർ വന്ന് എന്റെ പേരെടുത്ത് നിങ്ങളെ തെറ്റിക്കും. കാരണം അവർ പറയുന്നത് മുഴുവനും ഈ ലോകത്തിലുള്ള തരാമെന്നാ പറയുന്നത്. ഈ ലോകത്തിലെ സമൃദ്ധി, ഈ ലോകത്തിലെ മാനം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ട്? കാരണം ഈ ലോകം ആരെന്നറിയാമോ? ആരാ ഭരിക്കുന്നത്? ഇതവിടെ പടം കാണുമ്പോൾ നിനക്കറിയാം.
സാത്താന്റെ ലോകമാണ്. കർത്താവ് പോലും ഭൂമിയിൽ ജീവിച്ച് അവൻ സാത്താനെ ശാസിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും സാത്താനെ ബന്ധിച്ച് നരകത്തിൽ തള്ളിയിട്ടില്ല. നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാൻ പറയും യേശുവിടെ നാമത്തിൽ, ഇവിടെ കൂടുതൽ തമിഴ്നാട്ടില, യേശുവിടെ നാമത്തിൽ ഞങ്ങൾ കെട്ടിപ്പൂട്ടി കട്ടറേ എന്നൊക്കെ പറയും. തമിഴാണ് തമിഴാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ കൂട്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. കെട്ടി നരകത്തിലേക്ക് തള്ളുക. ഇങ്ങനെ തള്ളിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒറ്റ സാത്താന്മാർ ഇവിടെ ഉണ്ടാകത്തില്ല. കർത്താവ് പോലും ചെയ്തിട്ടില്ല, അവൻ ജയമെടുക്കുകയായിരുന്നു. ഹല്ലേലൂയ. നമ്മളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ മേൽ ജയമെടുത്തു. ഈ വാക്യം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം എവിടെയാ കിടക്കുന്നത്? 11-ാം വാക്യത്തിൽ കിടക്കുക. അവർ അവനെ, ആരാ? തൊട്ട് മോളി പറയുന്നവനെ, അപവാദിയെ കുഞ്ഞാടിന് രക്തം ഹേതുവായും തങ്ങളുടെ വായിലെ സാക്ഷ്യവചനത്താലും, വായ പ്രസംഗമല്ല, വചനം ജീവിതമായി അവർ അവനെ ജയിച്ചു. ഇതാണ് സ്വർഗത്തിൽ പിതാവ് നമ്മുടെ ദൈവപുത്രൻ കാത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം പറയുക, അവർ മരണപര്യന്തം അവർ തന്റെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. കാരണം പ്രാണനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ അദൃശ്യ ലോകം, ഈ ഇൻവിസിബിൾ ഡാർക്ക്നെസ് വേൾഡ്, അല്ലേ? അത് അദൃശ്യമായ ലോകത്തോട് ബന്ധിക്കപ്പെട്ട് കിടക്കുക. ബൈബിൾ ക്ലാസ്സിൽ വരുന്നവർക്കറിയാം, സോൾ എപ്പോഴും ഈ ലോകത്തിന്റെ കീഴിലാണ്. പണ്ട് പഠിച്ചിട്ടുള്ള ഓർമ്മയുണ്ട്, നമ്മുടെ സോൾ എന്താ പറയുക, ജയിലിൽ കിടക്കുക. എൻ്റെ പ്രാണനെ അവിടെ നിന്ന് വിടുവിക്കണമേ. പണ്ട് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ഓർത്തൊക്കെ നല്ല കാര്യമാണ്. നമ്മൾ മനുഷ്യനെ കീറി മുറിച്ച് പഠിച്ചത് നമ്മുടെ ഓരോ ഭാഗങ്ങൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നത് അറിയാൻ വേണ്ടിയാ. പലപ്പോഴും നമ്മുടെ സോള് ഈ അദൃശ്യ ലോകത്തിൽ ജീവിക്കുക. ഹല്ലേലൂയ. അവിടെ ബന്ധിക്കപ്പെട്ട് കിടക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു വാക്ക് നിങ്ങളുടെ ചിന്താവിഷയത്തിന് വേണ്ടി മാത്രം പറയാം. എന്നെ ഓർമ്മ ശരിയാണെങ്കിൽ ലൂക്കോസ് 16-ാം അധ്യായത്തിൽ, അല്ലേ, മുടിയനായ പുത്രനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന 2 കാര്യമുണ്ട്. എൻ്റെ മോൻ, പറ, അച്ഛൻ പറയുന്ന കാര്യം, പപ്പ അല്ലേ, എന്നാ പപ്പ, ഡാഡി അല്ല, എന്താ വിളിക്കുന്നത്, അച്ഛൻ. നമുക്ക് അങ്ങനെ അറിയാം. അച്ഛൻ, മുടിയനായ പുത്രൻ അച്ഛൻ അവിടെ പറയുന്നുണ്ട്, എൻ്റെ മോൻ മരിച്ചവനായിരുന്നു. ഒന്ന്, അടുത്ത വാക്യം, അവൻ പോയിരുന്നു. വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അതവിടെ നിൽക്കട്ടെ. അടുത്ത വാക്യം എന്നറിയാമോ? എൻ്റെ മോൻ കാണാതെ പോയിരുന്നു. എവിടെയെന്നറിയാമോ? നമ്മുടെ സോൾ അദൃശ്യ ലോകത്തിൽ പിശാചിന് അണ്ടറിൽ കിടക്കുകയാണ്. എത്രയൊക്കെ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച്. കാരണം സോളിഷ് തലം അത്ര ഭയാനകമാണ്. നമ്മുടെ സ്വയത്തിൽ ഞാനാ ഭരിക്കുന്നതെങ്കിൽ പൈശാചിക ലോകം അത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കാരണം സോളിഷ് തലം അത്രയും, സോളിന്റെ ജീവിതം അത്രയും ഭയാനകമായ ജീവിതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ 9:27 ലൂക്കോസ്, അല്ലേ, എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് എന്റെ സോളിനെ. കാരണം ഇവിടെ 2 മേഖല, 2 അദൃശ്യ ലോകങ്ങളാണ് കിടക്കുന്നത്. ഒന്ന് ദൈവത്തിന്റെ അദൃശ്യ ലോകവും, 2 സാത്താന്റെ ദൃശ്യ ലോകവും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഈ സോളിനെ കുറിച്ചൊക്കെ അധികം ബൈബിൾ പുതിയ കേൾക്കാത്തതുകൊണ്ട് നമുക്ക് പലപ്പോഴും അറിയാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ ജീവനുള്ള ദേഹി. ഞാൻ അനേക ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ സിലബസ് നോക്കി അവിടെയൊക്കെ കാണാൻ കഴിയുന്നത് മനുഷ്യൻ ആത്മാവെന്ന. അത് തെറ്റെന്ന് പറഞ്ഞാൽ വളരെ തെറ്റാണത്. മനുഷ്യൻ ആത്മാവുമുണ്ട്, ശരീരവുമുണ്ട്. പക്ഷെ മനുഷ്യൻ ജീവനുള്ള സോള. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? കാരണം ആ ലോകത്തിലാണ്, ഈ അദൃശ്യ ലോകത്തിലാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ 3 ഭാഗത്തിൽ 1 ഭാഗം മാത്രമേ, 33.33% ഭാഗം മാത്രമേ കാണത്തക്ക ലോകത്തിൽ ജീവിക്കുന്നുള്ളൂ. യഥാർത്ഥ മനുഷ്യൻ ജീവിക്കുന്നത് അദൃശ്യ ലോകത്തിലാണ്. നിങ്ങൾ ചിന്തിക്കല്ലേ, നമ്മുടെ ലോകത്തിലെ ജോലിയും ബിസിനസ്സും, അല്ലേ, വിവാഹ ജീവിതവും വണ്ടിയും നമ്മുടെ വീടും ബാക്കിയല്ല മിനിസ്ട്രിയൊക്കെ ഈ ദൃശ്യലോകത്തിലാണ്. ഇത് ചെയ്താലും നരകത്തിൽ പോകാം. കാരണം ദൃശ്യലോകത്തിലല്ല മനുഷ്യൻ ജീവിക്കുന്നത്, അദൃശ്യ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴും അത് മറന്നുപോയാൽ ജീവിതം, ക്രിസ്തു ജീവിതം അമ്പേപരാജ്യമായി തീരും. കാരണം സോൾ എന്ന് പറഞ്ഞത് യഥാർത്ഥമായ മനുഷ്യനെ കുറിച്ച് അറിയുന്നില്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റും. അവിടെയാണ് ദൈവരാജ്യം അവകാശമാക്കേണ്ടത്. എവിടെയാ? നമ്മുടെ സോളിൽ, ഹൃദയം. പഠിച്ചവർക്ക് അറിയാം, അല്ലേ, ബൈബിൾ ക്ലാസ് വന്നവർക്ക് അറിയാം. ഇല്ലാത്തവർ, നിങ്ങൾ ട്രിനിറ്റി ഓഫ് മാൻ എന്ന് പറയുന്ന ക്ലാസ് ഒരു 10-25 ക്ലാസ് ഉണ്ട്. അതിന്റെ റെക്കോർഡ് അവിടെയുണ്ട്. നിങ്ങൾ മുറിച്ച് കേട്ടാൽ മനസ്സാക്ഷി, മനസ്സ് എല്ലാത്തിനെ കുറിച്ച് കീറി മുറിച്ച് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവനായില്ലെങ്കിലും ഒരു പരിധിവരെ നമ്മൾ ഒരു പരിധിവരെ റെക്കോർഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും സോളിനെ കുറിച്ച് അത്രയും. അതുകൊണ്ടാണ് ആ അദൃശ്യ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ സോള് ഒന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിന് കീഴിലായിരിക്കണം, അല്ലെങ്കിൽ
സാത്താന്റെ കീഴിൽ എന്ന് പറയാനേക്കാൾ നല്ലത് മനുഷ്യന്റെ കീഴിലായിരിക്കണം. അതാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ നല്ലത്. കാരണം വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ സിംഹാസനത്തിൽ ഞാനാണ് ഭരിക്കുന്നതെങ്കിൽ, എൻ്റെ ഭാര്യ, എൻ്റെ മോഹം, എൻ്റെ ഇഷ്ടം, എൻ്റെ മിനിസ്ട്രി, എൻ്റെ സമ്പത്ത്, എൻ്റെ എന്താണ് ഭരിക്കുന്നതെങ്കിൽ ഞാനാണ് അവിടുത്തെ രാജാവ്. ഏത് മാനുഷിക ലോകത്തിന്റെ മേളിലും ഭരിക്കുന്നത് 666 മറന്നു പോകരുത്. പിശാച ഭരിക്കുന്നത്. മനുഷ്യൻ ഭരിക്കുന്നുവോ അതിന്റെ പിന്നിൽ അത് നിങ്ങൾ ഈ രാഷ്ട്രീയ മേഖല നോക്കിക്കോ, നിങ്ങൾ മെഡിക്കൽ മേഖല നോക്കിക്കോ, എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിക്കോ, എവിടെ വേണമെങ്കിൽ നോക്കിക്കോ, കീറി മുറിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിലേക്ക് കുറിച്ച്. ഹല്ലേലൂയ. എല്ലാത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് മനുഷ്യനാ ഭരിക്കുന്നത്. പക്ഷേ അതിനെ പിന്നിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഈ 666, ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ, ഈ വേൾഡാണ്, ലോകമാണ്. ഇത്രയെങ്കിലും മനസ്സിലായോ? ഹല്ലേലൂയ. ഇതറിയുന്നില്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം ഇന്നലെ നാളെ പിടിക്കപ്പെടും. കാരണം നിങ്ങൾ നോക്കിയേ, കർത്താവ് പറഞ്ഞു എൻ്റെ നാമത്തിൽ അനേകം വന്ന് പ്രസംഗി, പക്ഷേ അല്ലേ നിങ്ങളെ ചതിച്ചു കളയും. എൻ്റെ പേരെടുത്ത് വന്ന്. കാരണം അറിയാം, ഇന്ന് ലോകത്തേക്കാൾ എത്രയോ ദൈവദാസന്മാരാണെന്നറിയാമോ ഇന്ന് ലോകത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിനെക്കുറിച്ച് അല്പമേടെ എടുക്കും. എത്രയോ ദൈവദാസന്മാർ ഇവിടെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ദൈവകൃപയിലും അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്ത എത്രയോ ദൈവദാസന്മാർ ഇന്ന് മടങ്ങി തിരിച്ചുപോയി അവരുടെ ലോകത്തിലേക്ക്, ഈ ലോകത്തിലേക്ക്. കാരണം അറിയാമോ, വഴിയാത്രയിൽ നമ്മുടെ ഹൃദയത്തിലകത്ത് ഞാൻ സ്വയം കയറാൻ തുടങ്ങിയാൽ അറിയാതെ പൈശാചിക ലോകം നമ്മെ ഭരിക്കാൻ തുടങ്ങും. നമ്മൾ അറിയില്ല, ഇവിടെ വെച്ചറിയില്ല, അവിടെ ചെല്ലുമ്പോഴേ ന്യായവിധിയുടെ മുമ്പിലേ നമുക്ക് അതറിയാൻ കഴിയത്തുള്ളൂ. ക്രിസ്തു ജീവിതം വളരെ ഭയാനകമാണ്. മത്തായി 7:13 ഞാൻ കർത്താവ് തരുന്ന ചിന്തകൾ പറഞ്ഞു പോവുക. 7:13 പറയുക, ഇടുക്കമുള്ള വാതിലിട്ട് ഞാൻ നിങ്ങളെ പിടിക്കും. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഏതാ ഇടുക്കമുള്ള വാതിൽ? ഏതാ ഇടുക്കമുള്ള വാതിൽ? ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഇവിടെ, എങ്കിൽ പോലും പറയാ, ആ ഇടുക്കമുള്ള വാതിൽ എന്ന് പറയുന്നത് ഈ കഷ്ടവും ദുഃഖവും എന്താ പറയാ ദാരിദ്ര്യവും ജോലിയില്ലായ്മയും ഒന്നും അല്ല ഇടുക്കമുള്ള വാതിൽ. അത് വേറൊരു ലൈൻ, വേറൊരു ആംഗിളിൽ ചിന്തിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇടുക്കമുള്ള വാതിൽ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് 13 വാക്യം താഴേക്ക് പഠിക്കുന്നത് മുഴുവനും എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു വീരപ്രവൃത്തി ചെയ്തു, ഞാൻ നിങ്ങൾ അറിയുന്നില്ല. തൊട്ടുമോളി 7:21 പറയുക, എന്നെ കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്രേ. താഴേക്ക് അവരെ നയിച്ച ദൈവദാസന്മാരെ കുറിച്ച് നീണ്ട ലിസ്റ്റാ പറയുന്നത്. ഹല്ലേലൂയ. ഇന്നറിയില്ല, മരിച്ച് അവിടെ ചെല്ലുമ്പോഴാണ്, ആ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അറിയുള്ളൂ ഞാൻ ചെയ്തു കൂട്ടിയതും പറഞ്ഞു കൂട്ടിയതും തെറ്റായിപ്പോയെന്ന് അറിയത്തുള്ളൂ. രണ്ടാമതൊന്ന് ഭൂമിയിൽ പോയി എഴുതിയിട്ട് ഞാൻ ജയിച്ചു വരാമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചോയ്സ് നമുക്കില്ല. അവൻ ശേഖരിക്കുമ്പോൾ ചെയ്തത്. അതുകൊണ്ടാ നമ്മൾ പ്രാപിച്ചത് ലോകത്തിന്റെ ആത്മാവിനെയല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നത്. അത് പ്രാപിച്ചത് അന്യഭാഷ പറഞ്ഞും നമുക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്ത് നടക്കാൻ വേണ്ടിയില്ല, അത് പ്രാപിച്ചത് സത്യത്തിൽ വളർന്നെടുത്താൻ വേണ്ടിയാണ്. എസെക്കിയേൽ പ്രവചന 36:26 പറയുന്നു, ഞാൻ പുതിയ ആത്മാവിനെ തരും, പുതിയ ഹൃദയം തരും, ഞാൻ എൻ്റെ ആത്മാവിന്, അതാണ് അടുത്ത വാക്യം പറയുക, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി അവൻ്റെ ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും നടക്കുമാറാക്കി തരുന്നമേ. നമ്മുടെ കഴിവല്ല, നമ്മുടെ അകത്ത് വന്ന അവൻ്റെ ആത്മാവിൻ്റെ കഴിവാണത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ വമ്പൻ വീഴ്ച വീഴാനിടയുണ്ട്. ചില പടുമ വൃക്ഷങ്ങളൊക്കെ വീണാണ്ടോ നിങ്ങൾ? ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ലോകം മുഴുവൻ ടിവിയും യൂട്യൂബൊക്കെ നിറഞ്ഞു നിന്നതൊക്കെ പടുവൃക്ഷങ്ങൾ അല്ലേ, തേക്കും തടി പോലത്തെ പടുവൃക്ഷങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നിലംപത്തി വീണെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഉൽക്ക കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉൽക്ക പെട്ടെന്ന് രാത്രി കത്തി വെളിവായി വരും. ഞാൻ ലോകത്തെ നമ്മുടെ ഇവിടത്തെ നോക്കിയാൽ മതി, കത്തി തെളിഞ്ഞു വരും. പക്ഷേ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ അത് കരിക്കട്ടയായി പോകണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉൽക്കകൾ? ഇതൊക്കെ കാണണം, വല്ലപ്പോഴും സ്വർഗത്തെ ആകാശത്തേക്ക് നോക്കി കാണണം. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വെച്ചിരിക്കുന്ന പാഠങ്ങളാണ്. ഇതുപോലെ ലോകത്തിലേക്ക് തെളിവായി ലോകത്തിലേക്ക് ഇറങ്ങി വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കരിക്കട്ടകളായി തീരുന്ന എത്രയോ ആൾക്കാരാ, വിശ്വാസികൾ, എത്രയോ ദൈവദാസന്മാർ. കാരണം അറിയാമോ, അറിയേണ്ടതുപോലെ അറിയണം. ഹല്ലേലൂയ. നിങ്ങൾ സാത്താന്റെ ആഴങ്ങൾ അറിയാത്തവരല്ലല്ലോ. എൻ്റെ കൂടെ ഉണ്ട് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് ഇത് വളരെ കാര്യമായി പഠിക്കുക. ഞാൻ അല്പം മാത്രം നിങ്ങൾ സംസാരിക്കാൻ എനിക്ക് കഴിയത്തുള്ളൂ. കാരണം പല സത്യങ്ങളും പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഹൃദയം മുറിയാനും ഇടയുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. അപ്പൊ എന്താണെങ്കിലും ഇതൊരു അദൃശ്യ ലോകമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ കാണുന്നത് ഒന്നുമല്ല മനുഷ്യൻ. ഇത് നരേന്ദ്രമോദി സാറ് പറഞ്ഞതല്ല ഇതൊക്കെയാ മനുഷ്യൻ എന്നൊക്കെ. സയൻസും ഡോക്ടർമാരും പറയുക ഈ ഇരിക്കുന്ന 50 പേരിരിക്കുന്ന അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലേ. എന്താ മിണ്ടാതിരിക്കുന്നത്? സയൻസും പറയും, ഡോക്ടർമാരും പറയും, നരേന്ദ്രമോദി സാറും പറയും, ആധാർ കാർഡും പറയും ഇതാ മനുഷ്യനെന്ന് അല്ലേ. പക്ഷെ ഇതല്ല മനുഷ്യൻ. ഇതെങ്കിലും സംഭവിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നോട്? നരേന്ദ്രമോദി സാറും പറയും, ആധാർ കാർഡൊക്കെ പറയും ഇതാ മനുഷ്യനെന്ന്. ദേ വിരല്, 10 വിരല്, കണ്ണ് അല്ലേ, ഇതാ മനുഷ്യൻ എന്ന് പറയും. ഇതല്ല മനുഷ്യൻ. എന്തേ മിണ്ടാതിരിക്കണം നിങ്ങള്? അദൃശ്യ ലോകത്തിൽ നിങ്ങളുടെ അകത്ത് ജീവിക്കുന്ന അദൃശ്യലോകത്തിലേക്ക് ഒരു സോൾ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. ദേവിയല്ല.
ഞാൻ ദേഹി എന്ന് പറയുമ്പോൾ എൻ്റെ അകത്ത് ദേഹി എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ദേവി എന്ന് വിചാരിച്ചേക്കരുത്, ദേവി എന്തായാലും വിചാരിച്ചേക്കരുത്. എന്തുമാകട്ടെ, ഞാൻ മുന്നോട്ട് കടന്നു പോകാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ലോകം ഭരിക്കുന്നത് പിശാച, ഈ ലോകം ഭരിക്കുന്നത് പിശാച. കർത്താവ് പോലും അവനെ ജയിച്ച് മടങ്ങിപ്പോയി. ഒരെണ്ണം പോലും ഇവിടെ കുറഞ്ഞിട്ടുമില്ല, കൂടിയിട്ടുമില്ല. എത്ര പിശാചുക്കൾ ഭൂമിയിൽ അന്ന് വീണിട്ടുണ്ടോ അറിയാലോ, നമുക്ക് പണ്ട് പഠിച്ച അത് വീണിട്ടുണ്ടോ. 33.33%, 33 കോടി അല്ലേ, 33.33%, 33 കോടി എന്ന് വീണിട്ടുണ്ടോ. ഇന്നും അത്ര എണ്ണം ഉണ്ട്, ഒന്നും കുറഞ്ഞിട്ടുമില്ല അല്ലേ, പ്രസവിച്ച് കൂട്ടിയിട്ടുമില്ല, ചത്തുപോയിട്ട് പ്രായം തികഞ്ഞ് 60-90 മരിച്ചു പോയിട്ടുമില്ല. അവരന്നും ഇന്ന് ഇവിടെ തന്നെയുണ്ട്. കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക്, ഇവിടെ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെ ജയിച്ച് കർത്താവ് പോയിരിക്കുക. അവൻ ഇവിടെ അവൻ്റെ സഭയെ, അവൻ്റെ ശരീരമാവുന്ന നമ്മെ ഇട്ടിരിക്കുന്നത് നമ്മൾ ജയിച്ച് ചെല്ലാൻ വേണ്ടിയാ, അവനെ ജയിച്ചു ചെല്ലാൻ വേണ്ടിയാ. അവന്റെ കുഞ്ഞൊരുത്തന് അകത്തുണ്ട് വേറെ ഒരുത്തൻ, അത് വേറെ കിടക്കട്ടെ, അതിനെക്കുറിച്ച് ഞാൻ ഡെലിവറൻസ് ക്ലാസ്സിൽ എടുത്തോളാം. അതിന്റെ പേരെ ജഡം എന്ന് പറയുന്നത്, അത് വേറെ സാധനമാണത്. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ് ഇത്. നമ്മളെ ഹൃദയങ്ങളെ മാറ്റിക്കളയും, അശുദ്ധമായ ചിന്തകൾ നൽകും, സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കയറ്റിവിട്ട് തരും നമുക്ക്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. ഈ ലോകമെന്ന് പറയുന്നത്, ലോകം, വേൾഡ്, ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിന് പല പേര് ബൈബിളിൽ കാണാൻ കഴിയും. മനുഷ്യരെയല്ല ലോകമെന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ, ചില രാജ്യങ്ങളെ ലോകമെന്ന് വിളിച്ചിട്ടുണ്ട്, ഇസ്രായേൽ ലോകമെന്ന് വിളിച്ചിട്ടുണ്ട്, ഒട്ടനവധി വാക്യം കാണാൻ കഴിയും. അതൊക്കെ വാക്കുകളുടെ പരിമിതി ഉള്ളത് കൊണ്ട് ബൈബിൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുക. പക്ഷെ വേൾഡ് എന്ന് പറയുന്നത്, ലോകമെന്ന് പറയുന്നത്, അത് വേറെ സാധനമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ചിന്തിച്ചത്. അത് അദൃശ്യ ലോകമാണ്. അത് സ്വർഗത്തിൽ പോലും ഇപ്പോൾ കടന്നു ചെല്ലാൻ കഴിയും. ഇപ്പോഴും പിശാചുക്കൾക്ക്, സാത്താന് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പറയുന്നില്ല നിങ്ങൾ. പോകാൻ പറ്റും. നന്മക്ക് വേണ്ടി വെച്ചിരിക്കുക. ഇപ്പൊ നിങ്ങൾ എന്നോട് തെറ്റും. നന്മക്ക് വേണ്ടി, നമ്മുടെ നന്മക്ക് വേണ്ടി കർത്താവ് സാത്താൻ ഇവിടെ വെച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ രണ്ടുപേർ ചകട കളിക്കൂലേ? ചകട കളിക്കുമ്പോൾ കേസുമായിട്ട് ആദ്യം മുകളിലേക്ക് പോകുന്ന ആരാന്നറിയാമോ? അവിടെ പോയി ഏൽപ്പിച്ചു കൊടുക്കും. അടുത്ത ഡെലിവറൻസ് ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഞാൻ എടുക്കാൻ പോകുന്നത്. അവിടെ നിന്നാണ് ഓർഡർ വരുന്നത്. ചേകവരെ ഏൽപ്പിക്കും, ചേവർ നമ്മളെ ബന്ധിക്കും. അവസാനം നമ്മുടെ ചില്ലിക്കാശ്, നമ്മുടെ എന്താണോ നമ്മുടെ ശക്തി, ആ ശക്തിയൊക്കെ തകർത്ത് തരിപ്പണമാക്കി ഒന്നുമില്ല കർത്താവ് എന്ന് നിലവിളിക്കുമെന്നവരെ കർത്താവ് നമ്മെ പിശാചിനായി ബന്ധിച്ചിരിക്കും. ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാ. നമ്മൾ സാത്താനെന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ല പോകൂ? നിങ്ങൾ പറയുന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ദൈവം പൗലോസിനും കൊടുത്തു ഒരു ട്രോഫി. നീ രാജീവിനോട് പറയുന്നുണ്ട്, രാജീവിന് ഒരു ട്രോഫി പൗലോസിന് ദൈവം കൊടുത്തു. എന്ത് ട്രോഫിയാ? കിരീടം അല്ലേ ഞാൻ പറയുന്നത്. ശൂലം കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ തകർക്കാൻ വേണ്ടിയാണ്, കൊല്ലാൻ വേണ്ടിയാണോ, തകർക്കാൻ വേണ്ടിയാണോ? അല്ല, നമ്മെ പണിതെടുക്കാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? സഭയുടെ ശിക്ഷണ നടപടിയെ കുറിച്ചൊക്കെ പഠിച്ചാൽ, പാപം ചെയ്തവര് ഇനി അവൻ രക്ഷപ്പെടാനില്ല, അവൻ പാപത്തിൽ അടിമയായി, ദാസനായി പോയി, പാപത്തിൽ ദാസനായി പോയി, അവൻ ഏതിൽ വീണിരിക്കുന്നോ അതിന് ദാസനായി തീരും. അവിടെ നിന്ന് അവൻ വിടിവിക്കണമെങ്കിൽ, അവന്റെ ആത്മാവ് കർത്താവിന്റെ വരവിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ സഭയുടെ ഉത്തരവാദിത്തമാ, യഥാർത്ഥമായ ദൈവദാസന്മാരുടെ ഉത്തരവാദിത്തമാ അവരെ സാത്താൻ ഏൽപ്പിച്ച് അവരെ ജഡം തകർത്ത് അവരുടെ ആത്മാവ് കർത്താവിന്റെ വരവിൽ രക്ഷിക്കപ്പെടുവാൻ. എത്ര മനോഹരമായ ദൈവപ്രവൃത്തിയാണെന്നറിയാമോ വേദപുസ്തകമായി പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നന്മക്ക് വേണ്ടിയാ, തിന്മക്ക് വേണ്ടിയല്ല ഇതൊക്കെ. ഹല്ലേലൂയ, സന്തോഷമാണല്ലോ. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. ജസ്റ്റ് ഒരു 1-2 വാക്യം മാത്രം വായിച്ചു പോകുക. യാക്കോബ് 4:4 വായിച്ചു. വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകെ ലോകത്തിന്റെ സ്നേഹിതനെ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവത്തിന്റെ. ഒരിക്കലും ലോകം നമ്മെ സ്നേഹിക്കുമെന്ന് ആരും വിചാരിച്ചേക്കരുത്. ലോകത്തുമായി ടൈപ്പിന് പോകാമെന്ന് ആരും വിചാരിച്ചേക്കരുത്. അങ്ങനെ ടൈപ്പ് ആണെങ്കിൽ ഓർത്താൽ മതി, നമ്മൾ ഇന്ന് ലോകത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഒരിക്കലും ലോകം വെറുത്തൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. ലോകം വെറുത്തതും ലോകത്തെ വെറുത്തതും സ്വന്തക്കാർ പോലും ലോകം പോലും വെറുത്തു കളഞ്ഞൊരു മനുഷ്യൻ. അറിയാലോ, ദൈവപുത്രനായ കർത്താവ് അല്ലേ? അവന് അതാ കിട്ടിയെങ്കിൽ നമുക്ക് അതിനപ്പുറമായി എന്ത് കിട്ടുമെന്നാ പറയുന്നത്? നിങ്ങൾ ഈ ലോകം നമ്മെ സ്നേഹിക്കുമോ? നമ്മളെ ചേർത്ത് പിടിക്കുമോ? ചേർത്ത് പിടിക്കുന്നെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കാ. നാം ലോകക്കാരായതുകൊണ്ടാ, നമ്മുടെ ഹൃദയത്തിൽ ലോകമുള്ളത് കൊണ്ടാ. കാരണം ആ പച്ചയായ മരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഈ ഉണക്കക്കൊമ്പുകളെയൊക്കെ നമ്മൾ അതിനെ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും നമുക്ക്? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ഇവിടെ അങ്ങനെയാ ചെയ്ത്, അവൻ അങ്ങനെയാ ലോകം കൊടുത്തത്. അവൻ സ്വന്തക്കാർ അവൻ അതേ കൊടുത്തത്. നിന്ദിക്കുകയും പരിഹസിക്കുകയും അവസാനത്തെ ജീവനെ വരെ അവൻ തിരിച്ചെടുത്തു അല്ലെ, തെട്ടിപ്പറിച്ച് അവർ മേടിച്ചെടുത്ത് കളഞ്ഞു, യാഗമാക്കി കളഞ്ഞു കർത്താവിനെ. അവിടെ വല്ല കോംപ്രമൈസ് ചെയ്തോ? ഒരു കോംപ്രമൈസും ചെയ്തില്ല. കാരണം അവൻ ഈ ലോകത്തിൽ കൂടെ അല്ല, അവന് വേണ്ടി മറ്റൊരു ലോകം ഒരുക്കി വെച്ചിരിക്കുക.
അത് തന്നെ നമുക്ക് വെച്ചിരിക്കുന്നത്. ഇതല്ല, കാരണം മനുഷ്യന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാ. നിങ്ങൾ ഓർക്കണം, 1000 ആണ്ടിൽ കർത്താവ് ഭൂമിയെ ഭരിക്കുമ്പോഴും ഈ ലോകം ശപിക്കപ്പെട്ട ഭൂമിയാ. മറന്നുപോകരുത്. കർത്താവ് ഭൂമിയെ ഭരിക്കുന്നു വെച്ച് ഭൂമി ശപിക്കപ്പെടാത്ത ഭൂമിയല്ല. 1000 ആണ്ടിൽ പോലും ഭൂമി ശപിക്കപ്പെട്ടതാ. കാരണം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അന്നും മരണമുണ്ട്. ശാപത്തിന്റെ അന്ന് ഉൽപ്പത്തി പാവം ചെയ്ത നിമിത്തം, മാനവരാശി ചെയ്ത നിമിത്തം, ഭൂമി ശപിക്കപ്പെട്ട നിമിത്തം ഭൂമിക്ക് ശാപം മാറിയിട്ടില്ല. ഞാൻ എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? ആഴമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ. വ്യഭിചാരിണി, നമ്മൾ വിളിക്കുന്ന പേരാ വ്യഭിചാരിണി. ലോകസ്നേഹം ദൈവത്തോട്. ലോകം എന്താണെന്ന് പിന്നീട് പഠിക്കും നമ്മൾ. പിന്നീട് കുറച്ച് അല്പം കഴിയുമ്പോൾ പഠിച്ചോളാം നമുക്ക്. ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരും. നമ്മൾ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നമുക്ക് ഒരിക്കലും കഴിയത്തില്ല. കാര്യം മറന്നു പോകരുത്. എന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന, ആ പരസംഗം എന്ന വാക്ക് കഴിഞ്ഞാഴ്ച പറഞ്ഞു, വട്ടമിട്ടോളം പറഞ്ഞു. അതിന് അതിനെക്കുറിച്ച് ഞാൻ എളുപ്പം എഴുതും. യോഹന്നാൻ ലേഖനം പറയുക 2:15 ലോകത്തെയും ലോകത്തിലുള്ളതിനെയും, 2 കാര്യം മറന്നു പോകരുത്, ലോകത്തെയും ലോകത്തിൽ ഉള്ളത് സിസ്റ്റങ്ങളുണ്ടാവില്ല. ലോകത്തിനുള്ളിൽ വെച്ചിരിക്കുന്ന ഒരുപാട് സിസ്റ്റങ്ങൾ പിശാച് എന്താ പറയാ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുക ഇതിനകത്ത്. നമ്മൾ അറിയാത്തത് കൊണ്ടാ. കണ്ണ് തുറന്നു നോക്ക്. ഹല്ലേലൂയ. ലോകം പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? ഒരുവന് തലയിൽ ചവിട്ടിയാലും കുഴപ്പമില്ല, അവൻ ജയിക്കണമെന്നുള്ള ലോകം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണല്ലോ. അത് തന്നെയാ. പക്ഷെ നമുക്ക് അങ്ങനെയാണോ? അല്ല. നമ്മൾ അവന് പ്രാണനെ വെച്ച് കൊടുക്കുക അവന് വേണ്ടി. ഏത് മേഖലകളും, ബിസിനസ് ആവട്ടെ, ബിസിനസ് പോലും നോക്കണം. ഏത് ബിസിനസ് ലോകം നല്ല ചെയ്യുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ നമ്മുടെ ഞാൻ കൂടുതൽ കുമളി കട്ടപ്പന സൈഡിലാണ് ഞങ്ങളുടെ കൂടുതൽ പണ്ടൊക്കെ വർക്ക് ഉണ്ടായിരുന്നത്. ടൂറിസ്റ്റ് ഹോം ഉണ്ട്. ടൂറിസ്റ്റ് ഹോം എന്നല്ലേ പറയുന്നത്? ഈ ഓരോ റൂമുകളൊക്കെ ടൂറിസ്റ്റ് ഹോം അല്ലേ? ടൂറിസ്റ്റ് ഹോം. ഒരു വൃദ്ധരായ ഒരു അപ്പച്ചനും അമ്മച്ചിയും, വൃദ്ധന്മാരാ, പെന്തക്കോസുകാരാ. ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. ഏറ്റവും നല്ല പ്രൈം പ്ലോട്ടാണ് എല്ലാവരും. അവിടെ അദ്ദേഹം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അല്ലേ? ടൂറിസ്റ്റ് കേന്ദ്രം അല്ലേ? ലോഡ്ജ് എന്താ പറയണത്? എന്ത് പറയുക? റിസോർട്ട് എന്തൊക്കെയോ സാധനം അല്ലേ? ഒരു വീട് പണിത് ഇങ്ങനെ എന്തോ പറയും പേര് അല്ലേ? റിസോർട്ട് എന്തെങ്കിലും ആവട്ടെ പണിതു. ബാക്കി എല്ലാ റിസോർട്ടുകളും ഇതിനേക്കാൾ താഴ്ന്ന കാണാൻ കൊള്ളാത്ത റിസോർട്ടുകളൊക്കെ ഇപ്പോഴും ഫില്ല. പക്ഷെ ഈ ഇദ്ദേഹത്തിന്, അപ്പച്ചനും അമ്മച്ചനും മാത്രം റിസോർട്ട് ഒന്നും ഫില്ലാകുന്നില്ല. പുള്ളിയാരാ? പെന്തക്കോസുകാരൻ. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന മനുഷ്യർ. അപ്പനും അമ്മയും എല്ലാം വിട്ട് അവസാനം അവിടെ ഈ റിസോർട്ട് നടത്തുകയാണ്. ബാക്കി എല്ലാ റിസോർട്ടിലും ആളുകൾ ഇടിച്ചു കയറുക, തിരക്ക, അത്രയും സമ്പന്നമായിരിക്കുന്നു. ഏറ്റവും നല്ല ഇവിടെ മാത്രം ഇദ്ദേഹത്തിന് മാത്രം വളരെ കുറച്ച് മാത്രമേ അവരുടെ അടുക്കൽ കയറുന്നുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ നമ്മൾ പറയും അല്ലേ? പിടിച്ചു വെച്ച് സാത്താനെ ശാസിച്ച് പ്രാർത്ഥിക്കാൻ പറയും. അപ്പച്ചനും അമ്മയും ചെയ്തില്ല. കാരണം അറിയാമോ? അതിന്റെ മുമ്പിൽ ബോർഡ് എഴുതി വെച്ചു. ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ? അതിന് മുമ്പിൽ അവർ ബോർഡ് എഴുതി വെച്ചു, ഭാര്യയും ഭർത്താവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലാതെ ആർക്കും ഞാൻ റൂം കൊടുക്കത്തില്ല. ഭാര്യയും ഭർത്താവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കാണിക്കാതെ ഒരാളെയും അതിനകത്ത് കയറ്റിവിടത്തില്ല. ഇത് തെറ്റാണോ? നിങ്ങൾ പറ. ലോകം പറയും അയാവർ മടയന്മാരെന്ന്. പക്ഷേ സ്വർഗം പറയും ഇതുപോലെ നീതിമാന്മാര് ഭൂമിയിൽ എൻ്റെ മക്കൾ നീതിയോട് ജീവിക്കുന്നു ലോകം വിളിച്ചു പറയും. ഹല്ലേലൂയ. ഞാനും ഇത് തന്നെയാണ്. ഞാനും ബിസിനസ് ചെയ്യുന്ന ആളാ. കുറച്ച് അല്പമായിട്ട് പ്ലാൻ വരക്കുമ്പോൾ ഞാൻ വരച്ച പ്ലാൻ വരച്ച് കഴിഞ്ഞിട്ട് ഈ കാണിപ്പയ്യു നമ്മുടെ പുള്ളിക്കാരനെ വരുന്ന വൈറ്റിലെ പുള്ളിക്കാരൻ്റെ കിട്ടാമോ പണിക്കൻ, അറിയാം. കിട്ടാമ പണിക്കൻ്റെ ഇപ്പൊ കിട്ടാമൻ്റെ മോനാണ് രവീന്ദ്രനല്ലോ. കിട്ടാമയുടെ കൈ കൂടെ കൊടുത്ത് അതിനൊന്ന് വാസ്തുവൊക്കെ നോക്കി, ഞാനും പണ്ട് പഠിച്ചതാ, എന്നാലും പോട്ടെ വിശ്വാസിയാണ്, ഞാൻ പാസ്റ്ററാണല്ലോ, അതുകൊണ്ട് എനിക്കത് നോക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് അത് മാറ്റി വെച്ച് കിട്ടാമോട് അതൊക്കെ വാസ്തു പ്രകാരം ആക്കിയാൽ നമ്മുടെ വീടും വിറ്റുപോകും. പക്ഷേ ഞാൻ പല അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ചിലതൊക്കെ പണിതാൽ മാസങ്ങൾ വർഷങ്ങൾ കിടക്കും. കാരണം വേറെ വഴിയില്ല നമുക്ക് സ്വർഗത്തെ പ്രസാദിപ്പിക്കുന്നത്. ചിലതൊക്കെ പണിതാൽ വിറ്റുപോകുന്നില്ല. ആൾക്കാർ പറയും നീ അവിടെ പോയി ആ സാധനം കണ്ട് ഒരു സാധനം ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി, പരിപാടി തീരും. പക്ഷേ ചെയ്യില്ല. നമ്മൾ ജീവിതമാണത്. ഹല്ലേലൂയ. പണത്തിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. ദൈവം ഒരുത്തൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ടുണ്ട്. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയാ, നമ്മുടെ ആ പിതാവിനെ ഭവനത്തിൽ എത്തിക്കാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവർ ലോകമായി ചേരാത്തവരാ. ഈ അപ്പച്ചനമ്മയൊക്കെ ലോകത്തോട് ചേർന്നില്ല. ഒന്ന് കണ്ണടച്ചാൽ മാത്രം മതി, ആണും പെണ്ണും വന്ന് കയറി പൊയ്ക്കോളും, ലക്ഷങ്ങൾ മാസം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ചെയ്യത്തില്ലത്. അനീതി വിട്ട് ചെയ്യത്തില്ല അല്ലേ? നീതി വിട്ട് ചെയ്യത്തില്ല. അതാണ് യഥാർത്ഥമായ ദൈവഭക്തന്മാർ. അങ്ങനെയൊക്കെയുള്ളവർ ഈ ഭൂമിയിൽ ഉണ്ടെന്നേ. ഒരുപാട് കാണത്തില്ല, അവിടെ ഇവിടെ കാണാൻ കഴിയും. അതൊക്കെ മനസ്സിലാവും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ലോകമായി ഇഴുകിച്ചേരാത്തവർ, ലോകത്തിന്റെ സിസ്റ്റവുമായിട്ട് ലോകത്തിന്റെ മോഹങ്ങളുമായി ഇഴുകിച്ചേരാത്തവർ ഇന്ന് ഈ തലമുറയിലുണ്ട്. അതുള്ളത് കൊണ്ടാ കർത്താവ് ഇന്ന് ഈ ഭൂമിയിൽ അവന്റെ വിശുദ്ധിയും അവന്റെ സഭയും നിൽക്കുന്നത്.
കാരണം അനേകരും ലോകത്തിലേക്ക് കാൽവെച്ച് പോയിക്കൊണ്ടിരിക്കുക. ലോകത്തെ പ്രശസ്തിയും മാനവും ലോകത്തിലെ നന്മകളും ലോകം കിട്ടാമെന്നല്ലേ പ്രസംഗിക്കുന്നത് മുഴുവനും. കാരണം ലോകത്തിന്റെ പ്രഭു അവൻ തരാമെന്ന് പറയുന്നത് ലോകമാണ്. ഒരിക്കൽ കർത്താവ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു, അവൻ അത് ഹൗവയോട് പ്രസംഗിച്ചു. അതേ പ്രസംഗം 4000 വർഷത്തിന് ശേഷം യേശുവിന്റെ മുമ്പിൽ വന്ന് അവൻ അതേ പ്രസംഗിച്ചു. എന്നെ വീണ് നമസ്കരിച്ച ഞാൻ നിനക്ക് ലോകം തരാമെന്ന്. ഒന്ന് താന്നു കൊടുത്താൽ മതിയായിരുന്നു, കർത്താവിനത് കിട്ടിയനെ. ഹല്ലേലൂയ. കാരണം ഈ ലോകം നശിക്കുന്ന ലോകമാണ്, തീക്കായി കാത്തിരിക്കുന്ന ലോകമാണ്. ഇത് നരകത്തിലേക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ലോകമാണ്. നശിക്കാത്തൊരു ലോകം അപ്പുറത്തുണ്ട്. അത് കണ്ടവൻ ഇതൊന്നും ഒന്നുമായി തോന്നത്തില്ല. ഞാൻ പറയാർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ലോകം വളരെ ഇമ്പോർട്ടൻ്റ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും എന്തൊക്കെയാണെന്ന് പിന്നീട് പഠിക്കാം. സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ എന്തില്ല? പിതാവിന്റെ സ്നേഹമില്ല. ഓക്കെ, ബാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്, ഞാൻ വിട്ടുപോകുന്നു. ഒന്ന് ജസ്റ്റ് പോയാ ലോകം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. എന്താ ലോകം? പണ്ടൊരിക്കൽ വേറൊരുത്തൻ, അല്ലേ, നമുക്ക് പടം കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാം, അല്ലേ, ഒരുത്തൻ സ്വർഗത്തിൽ നിന്ന് വീണുപോയി. അവൻ ലോകത്തെ ചുറ്റി തിരിഞ്ഞിങ്ങനെ ഏദൻ തോട്ടത്തിലൊക്കെ നടക്കുക. അപ്പോഴാണ് കർത്താവ് മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ വാഴട്ടെ എന്ന് പറഞ്ഞ്, അല്ലേ, മനുഷ്യ ഭൂമിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. 6 രാജ്യങ്ങളുടെ മേൽ 5 കിങ്ഡത്തിന്റെ മേൽ ഭരിക്കുവാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ മനുഷ്യൻ ആ 5 കിങ്ഡത്തിന് മേൽ ഭരിക്കാൻ കഴിയാതെ ദൈവത്തിന്റെ വാക്കുകളെ അവിശ്വസിച്ച് ആ 6ാമത്തെ കിങ്ഡം 666 എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് വന്നത്, അല്ലേ. മനുഷ്യന്റെ സംഖ്യ 6ാമത്തെ കിങ്ഡത്തിലാണ് മനുഷ്യൻ ഇരുത്തിയത്. സാത്താന് തൃത്വമുള്ളത് കൊണ്ടാണ് ഇത്. കള്ളപ്രവാചകൻ, അന്തിക്രിസ്തു, പഴയ പാമ്പ്, അല്ലെ, സർപ്പമായി അവന് തൃത്വമുള്ള, അവൻ തൃത്വം കാണിക്കാൻ വേണ്ടിയാ 6 എന്ന് വെച്ചിരിക്കുന്നത്. ആ ഭരിക്കാൻ അദൃശ്യലോകം, ആ സോളിനെ ഭരിക്കാൻ വെച്ച അദൃശ്യലോകം പിന്നീട് പാപം ചെയ്ത നിമിത്തം പിശാചിന്റെ കയ്യിലേക്ക് അധികാരം കൈമാറ്റപ്പെട്ടു പോയി. ഞാൻ ചോദിക്കട്ടെ, എന്താ സഭയുടെ പർപ്പസ്? സഭയിലുള്ള ആൾക്കാരല്ലേ നമ്മളൊക്കെ. എന്താ സഭയുടെ പർപ്പസ് പറ നിങ്ങൾ? എന്തിനാ സഭയിലെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? പറയൂ. ഓക്കെ, ദൈവരാജ്യം അതിന് ചെയ്ത് തന്നെയാ. എന്താ സഭയുടെ യഥാർത്ഥ പർപ്പസ്? ഞാൻ ക്ലാസ് എടുത്തോളാം, പിന്നെ എപ്പോഴെങ്കിലും എടുത്തോളാം, കഥ അനുവദിച്ചാൽ. എന്താ പർപ്പസ്? സഭ എന്തിനാ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? മനുഷ്യന്റെ കയ്യിൽ നിന്ന് അധികാരം പോയി ആ അധികാരം മനുഷ്യാൽ തന്നെ പിടിച്ചെടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പാപം നിമിത്തം, അനുസരണക്കേട് നിമിത്തം നമ്മുടെ കയ്യിൽ നിന്ന് അവന്റെ കയ്യിലേക്ക് മാറ്റപ്പെട്ടു പോയതാ. നമ്മളത് തിരിച്ചു പിടിക്കുക. അവനെ അനുസരിക്കാതെ, അവനെ വിശ്വസിക്കാതെ അവന് തിരിച്ചു പിടിക്കുക നമ്മുടെ സോളുകളെ. ഏറ്റവും വലിയ നമ്മുടെ സോളിനെ ഇന്ന് സോളിന്മേൽ പലപ്പോഴും ഭരിക്കുന്ന പൈശാചികനാ. പലപ്പോഴും നമ്മുടെ സ്വാധീനം അറിയാൻ കഴിയും, ഇല്ലേ. ജഡം പാപം ചെയ്യണമെന്ന് അറിയാം, എന്നാലും ജഡം അങ്ങ് മുറുകി നമ്മളെ പിടിച്ചെടുത്തുകൊണ്ട് പോകുക. ആ സ്വാധീനത്തിലൊക്കെ നമ്മൾ അവനെ പിടിച്ചെടുക്കുക, നമ്മുടെ സോളിനെയൊക്കെ തിരിച്ചു പിടിക്കുക. ഒന്നും മനസ്സിലായില്ല. ഓക്കെ, ഞാൻ വായിച്ച്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ ദൈവം മനുഷ്യനെ ഭരിക്കാൻ വെച്ച സ്ഥലത്തു നിന്ന് മനുഷ്യൻ മാറ്റപ്പെട്ടു പോയപ്പോൾ അവിടെ കയറി ഒരുത്തൻ വാഴാൻ തുടങ്ങി. അവൻ ഭൂമിയുടെ മേൽ അധികാരമല്ല. നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കാൻ അതിനെക്കുറിച്ച് എടുക്കും. സാത്താന് ഭൂമിയുടെ മേൽ അധികാരമില്ല. ഭൂമിയിൽ അത് വാഴുവാനുള്ള അധികാരമുണ്ട്. ഭൂമിയുടെ മേൽ, ആ ലോകത്തിന് മേൽ വാഴുവാൻ, സിസ്റ്റങ്ങൾ കൊണ്ടിട്ട്, അവന്റെ ഇഷ്ടങ്ങൾ കൊണ്ടിട്ട് ഈ ലോകത്തെ വാഴുവാനാണ് അവൻ അധികാരം, അല്ലാതെ ഭൂമിയുടെ മേൽ അധികാരമില്ല. ഇന്നും അതിനെക്കുറിച്ച് അല്പമായി നമ്മൾ ചിന്തിക്കും. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് സർവ്വലോകവും ദുഷ്ടനെ, യോഹന്നാൻ 19 പറയുന്നു, സർവ്വലോകവും ദുഷ്ടനെ അധീനയിൽ കിടക്കുന്നു, അല്ലേ. അതുകൊണ്ട് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിലെ ദൈവം അവിശ്വാസി ദൈവമക്കൾ. ആരാ വിശ്വാസി? ജാതികളല്ല. ഇവിടെ പറയും 2 കൊരിന്ത്യർ 4 വാക്യം പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. ഏതാ തേജസ്സുള്ള സുവിശേഷം? എന്നും ഞാൻ ഘോരമായി ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതാ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം എന്താണ്? അത് ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിലെ പ്രഭുവായ പിശാച്, ദൈവമായ പിശാച് ആ വിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ആരാണ് അവിശ്വാസി? ആരാണ്? കൊരിന്ത് സഭക്കാർ. ജാതികൾ ഹിന്ദുവോ മുസൽമാനോ ബുദ്ധനൊന്നും അല്ല, കൊരിന്ത് സഭക്കാർ. അയ്യോ, ഈ 1 വർഷം മുഴുവൻ ഞാൻ ഇത് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൊരിന്ത് സഭക്കാർ അവിശ്വാസികൾ. കൊരിന്ത് സഭയ്ക്ക് ലേഖനമാണത്. കാരണം അറിയാമോ? ദൈവപ്രതിമയായ ക്രിസ്തുവിനെ കുറിച്ചുള്ളതല്ല, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. അതെന്താണ്? മോർണിംഗ് സർവീസ് ഞാൻ പഠിച്ചിട്ടുണ്ട്, കേൾക്കാത്തവർക്കായി പഠിക്കാം. അത് ദൈവരാജ്യം എന്ന സുവിശേഷമാണ്. യോഹന്നാൻ സ്നാപകൻ 6 മാസം പ്രസംഗിച്ചത്, കർത്താവ് 3.5 വർഷം പ്രസംഗിച്ചത്, അപ്പോസ്തലന്മാർ ശിഷ്യന്മാരെ 12 പേരെയും 70 അഴക്കുമ്പോൾ അവർ പ്രസംഗിച്ചത് ദൈവരാജ്യം മാത്രമാണ്.
ബാക്കിയൊക്കെ വിടുകയാ, പിന്നീട് അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ. അപ്പോ ആ സുവിശേഷം കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിലെ പ്രഭുവായ ദൈവം, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ദൈവം, അവിശ്വാസികൾ, കൊരിന്ത് സഭക്കാർ, വീണ്ടും ജനിക്കപ്പെട്ടവർ, എല്ലാ അഭിഷേകമുള്ളവർ, എല്ലാ കൃപാവരമുള്ളവർ, അവരുടെ മനസ്സിനെ പിശാച് കുരുടാക്കി വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? പിശാച ഈ ലോകത്തെ ദൈവം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തെ ദൈവം എന്നറിയാമോ? ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം എന്നെ ആളുമാറിയവനാക്കാൻ കഴിയുന്ന, എൻ്റെ സോളിനെ അവൻ്റെ അധികാരത്തിൽ നിന്ന് പിടിച്ചെടുത്ത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഭാഗത്ത് പിശാച്, ആ മനസ്സിനേക്ക് പിശാച് അവിശ്വാസം കൊണ്ടിട്ട് മറച്ചു വെച്ചിരിക്കുക, ഒരു പുതപ്പിട്ട് മറച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് മത്തായി 13-44 വാക്യം പറയുന്നു, വയലിൽ ഒളിപ്പിച്ചു വെച്ച നദി. ബാക്കി 39 പറയുന്നു, വയൽ ലോകമെന്ന് ലോകം കൊണ്ട് മറച്ചു വെച്ചിരിക്കുക. എവിടെയോ കഴിഞ്ഞ സൺഡേ ആവുന്നുണ്ട്, താഴെ എവിടെ ക്ലാസ് എടുത്തായിരുന്നു അതിനെ കുറിച്ച്. ഞാൻ ഈ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? ഇല്ലല്ലോ. അപ്പൊ എന്തുമാകട്ടെ, അതുകൊണ്ട് ഗലാത്യർ 1:3 പറയുന്നു, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും, നമ്മുടെ ദൈവവും പിതാവായ അവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്. നമ്മുടെ ഏത് ഭാഗമാ ആ ദുഷ്ടന്റെ കൈ കിടക്കുന്നത്? കറക്റ്റ് നിങ്ങൾ പറഞ്ഞു പഠിക്കുക എന്നോട്. ആത്മാവ് രക്ഷിക്കപ്പെട്ട് ദൈവത്തിന് അണ്ടറിലാണ്. ശരീരം ഇവിടെ കിടക്കട്ടെ, അത് ആർക്ക് വേണമെങ്കിലും എടുക്കാം. പണ്ട് ഇന്നർമാൻ ഔട്ടർമാൻ പഠിച്ചു. ദേഹി ആത്മാവിന്റെ കൂടെ നിന്നാൽ, രക്ഷിക്കപ്പെട്ട ആത്മാവിന്റെ കൂടെ നിന്നാൽ സ്വർഗരാജ്യം കിട്ടും. ദേഹി ലോകത്തിലെ മോഹമുള്ള ശരീരത്തിന്റെ കൂടെ നിന്നാൽ അവന്റെ പേരാണ് ഔട്ടർമാൻ, മറ്റേത് ഇന്നർമാൻ. പഠിച്ചത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഇവിടെ സോളിന്റെ പ്രശ്നമാണ് നമ്മുടേത്. ഇതാരുടെ കൂടെ നിൽക്കും നമ്മൾ? ലോകത്തിന് വേണ്ടി കൂടെ നിന്നാൽ, അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടി നിന്നാൽ അവൻ ജഡികനാണ്, ലോകമനുഷ്യനാണ്, പുറമേയുള്ള മനുഷ്യനാണ്, നരകത്തിലേക്കുള്ളതാണ്. എന്നാൽ എൻ്റെ ദേഹി അവൻ സ്വയത്തിൽ നിൽക്കണം. ആ ഒരു പിശാചിന് അണ്ടറിലാകരുത്. സ്വയത്തിൽ നിന്ന് അവൻ ആത്മാവിന്റെ, രക്ഷിക്കപ്പെട്ട ആത്മാവിന് ഇഷ്ടം ചെയ്യുന്നുവെങ്കിൽ അവൻ ആ ഇന്നർമാൻ എന്ന് പറയും. അതിനല്ലേ അവൻ ദൈവരാജ്യം അവകാശമാക്കും. പണ്ട് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അത്രയും കൃത്യമായി വരച്ച് പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളെ വരച്ച് പഠിപ്പിച്ചതുപോലെ പൗലോസ് പറഞ്ഞിരിക്കുക. ഒരു വാക്യം പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഓക്കെ വിടുക. ഇത്രയ്ക്ക് പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടാലും വിവാഹം നടക്കണമെന്നില്ല, അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. വിവാഹം നടക്കണമെന്നില്ല, രക്ഷിക്കപ്പെട്ടതാണ്, പക്ഷേ വിവാഹം നടക്കണമെന്നില്ല. ഓക്കെ, ഇവിടെ മുതൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 2 കൊരിന്ത്യർ 11 2, 3, 4 വരെ പഠിക്കുമ്പോൾ പൗലോസ് അവിടെയും പറയുന്നു, കൊരിന്ത് സഭയെക്കുറിച്ച് പൗലോസാണ് കൊരിന്ത് സഭയെ രക്ഷിച്ചെടുത്തത്. മീൻസ് എന്താ പറയാ, സുവിശേഷം പറഞ്ഞിട്ട് പിതാവിനെ പോലെ രക്ഷിച്ചെടുത്തത്. ആ പൗലോസ് കൊരിന്ത് സഭയെ നോക്കിയിട്ട് ഭയാനകമായി വിളിച്ചു പറയുന്നൊരു വാക്യമാണ് ആ വാക്യം. എല്ലാവരും ഉണ്ടല്ലേ ഇവിടെ? ഭയാനകമായി കൊരിന്ത് സഭയെ രക്ഷയിലേക്ക് നയിച്ചതും കർത്താവിന്റെ ഇഷ്ടത്തെക്കുറിച്ചും കർത്താവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിയെടുത്തൊക്കെ ഈ പൗലോസ് തന്നെയാണ്. ആ പൗലോസ് അതേ സഭയെ നോക്കി ഭയത്തോടെ കാണുകയാണ്. ഒരു നല്ല ദൈവദാസന്റെ മനസ്സാണത്. അതൊക്കെ യഥാർത്ഥ ദൈവദാസന്റെ മനസ്സെന്ന് പറയുന്നത്. കാരണം അറിയാമോ, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരികയാണ്. അവൻ പോയേ നമുക്കെന്താ, അവൻ പോട്ടെ എന്ന് പറയും നമ്മൾ, അല്ലേ? പക്ഷെ അതല്ല, ഒരു നല്ല ദൈവാസം പറയും, എനിക്ക് നിങ്ങളെക്കുറിച്ച് എന്താ, ദൈവത്തിന്റെ എരിവോടെ, ഒരുവൻ പോലും നശിച്ചു പോകാതിരിപ്പാൻ, അല്ലേ, സകല രക്ഷ പ്രാപിക്കാൻ എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്ന മനസ്സ്, ക്രിസ്തുവിന്റെ മനസ്സ്, അല്ലേ? അതേ മനസ്സോടെ പൗലോസ് പറയുക, ദൈവത്തിന്റെ എരിവോടെ ഞാൻ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യകയായി ഏൽപ്പിക്കാൻ എന്ത് ചെയ്തിരിക്കുന്നു? എൻഗേജ്മെന്റ് ചെയ്തിരിക്കുക. വിവാഹ നിശ്ചയം, അച്ചാര കല്യാണം, പിന്നെ വേറെ പേരും കൂടി ഇല്ലേ? അത്ര മതി. മനസമ്മതം കഴിച്ചിരിക്കുക, അല്ലേ? കുറച്ചാൾക്ക് മുമ്പ് പൗലോസ് കൊരിന്ത് സഭയോട് സുവിശേഷം പറയുമ്പോൾ അവർ സമ്മതിച്ചു. ശരി, ഞങ്ങൾ എന്നാ യേശു അപ്പച്ചനുമായിട്ട്, യേശു കർത്താവുമായിട്ട് ഞങ്ങൾ മനസമ്മതം ഉറപ്പിച്ചിരിക്കുക, അല്ലേ? പൗലോസ് പറയാൻ, ഞാൻ ക്രിസ്തുവ ഏകപുരുഷൻ നിങ്ങൾ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ തക്കവണ്ണം, നിർമ്മല കന്യകയായി. അപ്പോ ഈ പുള്ളിക്കാരന്മാരാരാ? കൊരിന്ത് സഭക്കാര്. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ലോകമെന്ന ദൈവം നിങ്ങളുടെ ഹൃദയത്തെ മൂടിയിരിക്കുന്നു, മനസ്സിനെ മൂടിയിരിക്കുക, നിങ്ങൾ അവിശ്വാസി എന്ന് പേർ വിളിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 1 അധ്യായം 1 മുതൽ 9 വരെ പഠിക്കുമ്പോൾ ആ സഭയിൽ ഇല്ലാത്ത കൃപാവരമില്ല. 10-ാം വാക്യം മുതൽ പൗലോസ് കീറുകയാ സഭയെ, മുറിച്ചു കളയുക പൗലോസ് കൊരിന്ത് സഭയെ. നിങ്ങളുടെ ഇടയിൽ അപ്പന്റെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയാന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കില്ലെന്നൊക്കെ പൗലോസ് കറ തീർത്ത് പറയുക. അങ്ങനെയല്ലേ?
നോക്കി, അവിടെ അതേ സഭയെ കൃപാവരമുണ്ട്, എല്ലാ കൃപാവരമുണ്ട്, അന്യഭാഷയും വ്യാഖ്യാനവും എല്ലാമുള്ള സഭ. ഇതുപോലത്തെ സഭ വേദപുസ്തകത്തിൽ വേറെയില്ല കുരുസഭയെ പോലത്തെ സഭ. അതുകൊണ്ട് പറയാ, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുക. പക്ഷേ ഇവരുടെ ഹൃദയം പോലും ഇപ്പോൾ നിർമ്മലമായിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവം കർത്താവ് അവരെ വിളിച്ചു, എൻഗേജ്മെന്റ് നടത്തി, പരിശുദ്ധാത്മാവെന്ന അച്ചാരം കൊടുത്തു, ഒരു മുദ്രയിട്ട്, ഒരു എന്താ പറയുക, എൻഗേജ്മെന്റ് കഴിയുമ്പോൾ ഒരു മോതിരം ഇടൂലേ? നമ്മളല്ല എന്ന് വിചാരിച്ച, ഇങ്ങനെ കാണിച്ചത് മാത്രമേ ഉള്ളൂ, വിചാരിച്ചേക്കരുത് അല്ലേ. സാധാരണ ലോകക്കാർ എൻഗേജ്മെന്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ചെക്കൻ്റെ പേരെടുത്ത് പെണ്ണിനും കൊടുക്കും, പെണ്ണിൻ്റെ പേരെടുത്ത് ചെക്കൻ്റെ ഇടും. ജാതികൾ, നമ്മുടെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ വീണ്ടും പറഞ്ഞേക്കാം, ഇനി അതും പറഞ്ഞെങ്കിൽ വന്നേക്കരുത്. ജാതികൾ അത് ഒരു ഉറപ്പിന് വേണ്ടിയാ, ഇതെങ്കിലും കാണുമ്പോഴെങ്കിലും ഓർമ്മ വരാൻ വേണ്ടിയാ. കാരണം മനസ്സിലുണ്ടാവത്തില്ലല്ലോ, ഇത് ലോകമാണല്ലോ, ഒരു കാമുകനാണല്ലോ കിടക്കുന്നത്. എന്തുമാകട്ടെ, ഇവിടെയും നമുക്കൊരു അച്ചാരം കിട്ടിയിട്ടുണ്ട്, ഒരു മോതിരം നമുക്കും കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ കയ്യില്? എവിടെയാ? നെറ്റിയില്. അതാണ് എല്ലാവരും കുരിശ് വരെ, അതാണോ? തന്നെയാ പരിശുദ്ധാത്മാവെന്ന ആചാരം നമുക്ക് ലഭിച്ചിരിക്കുക. എന്തിനു വേണ്ടി അറിയാമോ? കർത്താവിന്റെ കരങ്ങളിലേക്ക് ചേർപ്പിച്ചു കൊടുക്കുന്ന ദിവസമുണ്ട്. എങ്ങനെയെന്നറിയാമോ? നിർമ്മല കന്യകയായി. പക്ഷെ ഇവർക്ക് ആ സാധനത്തിന് വാക്കിന് അർത്ഥം മനസ്സിലായില്ല. ഇവരുടെ ഹൃദയം മുഴുവൻ ലോകത്തിൽ കിടക്കുകയാണ്. എല്ലാ മിനിസ്ട്രിയും ഉണ്ട്, കൃപാവരമുണ്ട്, ഒക്കെയുണ്ട്, അന്യഭാഷയുണ്ട്, അന്യായ ഭാഷ ഇടക്കിടക്ക് അന്യായ ഭാഷയും പറയും, എല്ലാം ഉണ്ട്. പക്ഷെ ഇവർക്ക് നിർമ്മലമാകുന്ന പരിപാടിയില്ല. നേരത്തെ കുരുസഭയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വാക്യം പറഞ്ഞില്ലേ? എന്താ അവിടെ പറഞ്ഞത്? ഗലാത്യസഭ 1:3 പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നമ്മെ വിടുവിക്കേണ്ടതിന്. എന്തിനാ വിളിച്ചത് നമ്മളെ? ഈ സോള് മുഴുവനും കിടക്കുന്നത്, മനസ്സ് മുഴുവനും കിടക്കുന്നത് ലോകത്തിൽ കിടക്കുകയാ. കാരണം ഞാൻ 33.5 വയസ്സിൽ കർത്താവിനെ പിടിക്കുമ്പോൾ 33.5 വർഷവും ഞാൻ എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചത് ഈ ലോകത്തിന്റെ കാര്യം മുഴുവനുമാ. ആത്മാവ് രക്ഷിക്കപ്പെട്ടത് വെച്ചാൽ ഹൃദയത്തിന് മാറ്റമൊന്നുമില്ല, മനസ്സിന് രൂപാന്തരമില്ല. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം? ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ. അപ്പൊ അതുകൊണ്ട് നിർമ്മല കന്യകയെ ഏൽപ്പിച്ചതാ പൗലോസ്, അല്ലേ? ഏൽപ്പിക്കാൻ വിവാഹം നിശ്ചയം ചെയ്തതാ. പക്ഷെ ഇവർക്കൊട്ട് താല്പര്യമൊന്നുമില്ല. നിർമ്മലൊന്നും വേണ്ട, കാമകുനും ഇരിക്കട്ടെ, അല്ലേ, എല്ലാം ഇരിക്കട്ടെ. കർത്താവ് വരുമ്പോൾ ഞാൻ വെള്ളം കൊടുത്ത് അങ്ങോട്ട് പൊയ്ക്കോളാന്ന് വിചാരിച്ചിരിക്കുക. കർത്താവ് വരുമ്പോൾ പുറമെ വെള്ളം കൊടുത്ത് പൊയ്ക്കോളാന്ന് വിചാരിച്ച് നടക്കത്തില്ല. കർത്താവ് സകല ഹൃദയ രഹസ്യങ്ങളെയും അറിയുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ പോലും അറിയുന്നു. ഇയ്യോബിന്റെ പുസ്തകം പഠിച്ചാൽ, ഞാൻ ഒരു രാവിലെ കാലെടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷയത്തിന് വേണ്ടി കാലെടുത്ത് വെക്കുമ്പോൾ, ആ ഹൃദയത്തിൽ നിന്റെ നിരൂപണം എന്താണെന്ന് പോലും വട്ടമിട്ട് ഇയ്യോബ് എഴുതി വെച്ചിരിക്കുക. എത്ര ഭയാനകമാണെന്നറിയാമോ ക്രിസ്ത്യ ജീവിതം? നമ്മുടെ ചിന്തകൾ, ഞാൻ രാവിലെ എനിക്ക് വിഷയത്തിന് വേണ്ടി, അല്ലെങ്കിൽ എവിടെയും പോകാൻ വേണ്ടി, ജോലിക്ക് എന്താവട്ടെ, എവിടെയും പോകാൻ വേണ്ടി കാലെടുത്ത് വെക്കുന്നെങ്കിൽ ആ കാല് കർത്താവ് വട്ടമിട്ട് അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. നിന്റെ ഹൃദയത്തിലെ എന്ത് ചിന്തയോടെയാണോ നീ പോകുന്നത്? യോബൊക്കെ എഴുതി വെക്കുമ്പോൾ നമ്മുടെ കൈകാലം വിറച്ചു പോകും നമ്മുടെയൊക്കെ. ഹല്ലേലൂയ. അത്രയും അറിയുന്നു. അതുകൊണ്ടാ നിർമ്മല കന്യകയായി വിളിച്ചിരിക്കുക. അവൻ വരുമ്പോൾ അവന്റെ കരങ്ങളിലേക്ക് പൗലോസ് പറയും, ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ. പൗലോസ് ഉണ്ടാവൂല, അപ്പൊ പൗലോസ് ഉറപ്പുണ്ട് ഞാൻ പോകുമെന്ന്, പുള്ളിക്കറിയാം, അല്ലേ? ഞാൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിർമ്മലമായിരിക്കണം. വരാൻ പോകുന്നവൻ നിർമ്മലനായവനാണ്. അല്ലാത്തവർ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ എൻ്റെ മോൻ സുന്ദരനായ, വലിയ സുന്ദരനൊന്നും അല്ല, എൻ്റെ അത്ര സുന്ദരനൊന്നും അല്ല എൻ്റെ മോൻ, എന്നാലും പറഞ്ഞു പോവുക, സുന്ദരനായ എൻ്റെ മോൻ, ആരുടെ പൊക്കവും, അല്ലേ, അത്യാവശ്യം തൂക്കൊക്കെ ഉള്ള എൻ്റെ മോൻ ഒരു വിവാഹം യൂട്യൂബ് വഴി, എന്താ പറയല്ല, എന്താ യൂട്യൂബ് വഴിയിലൊക്കെ അല്ല, ഈ മാട്രിമോണിയൊക്കെ പെണ്ണിനെ കണ്ടു, അത് ഓക്കെ, കുഴപ്പമില്ല. അച്ഛനും അമ്മയൊക്കെ ഇടപെട്ടത് മാട്രിമോണിയൊക്കെ, കുഴപ്പമില്ല, ഒരു നല്ല കാര്യമൊക്കെ പറഞ്ഞത്. മോൾക്ക് സ്വത്തുണ്ട്, അവിടെ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടൊക്കെ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇത് മോഹമുള്ളതുകൊണ്ട് നമ്മൾ സമ്മതിച്ചു. എക്സാമ്പിളായിട്ട് ഒന്നും വിചാരിച്ചേക്കരുതേ. അപ്പൊ സമ്മതിച്ചു. ഇവൻ കല്യാണം വന്നു, കല്യാണ പന്തലിൽ എൻ്റെ മോൻ വന്നിരിക്കുകയാണ്. അതും വിചാരിച്ചാൽ മതി. കല്യാണത്തിൽ എൻ്റെ മോനെ കാറിലൊക്കെ വന്ന് അവിടെ കയറി വന്നു ഇരിക്കുകയാണ്. പള്ളിയിലൊക്കെ അച്ഛൻ കെട്ടാനും വന്നിരിക്കുക, നമ്മുടെ അല്ലേ സെൻട്രൽ പാസ് കെട്ടിക്കാനും വന്നിരിക്കുക. കുറച്ച് പെണ്ണ് ഒരു BMW വേണ്ട, ഇത്രയും കൂടി വണ്ടി അതാ, ആ റോയ്സന്റെ കാറ് വരിക, റോയ്സ് അല്ലേ വേണ്ട, BMW കാറ് വരിക. കാറ് വന്നിട്ട് ഡോറ് തുറന്നിട്ട് ഒരു പെണ്ണ് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്നുണ്ട് കോലിമിഠായും ചപ്പി പിടിച്ചോണ്ട്. വയസ്സ് 25 ഉണ്ട്, ശരിയാ. പക്ഷേ ഇപ്പോഴും പ്രായപൂർത്തിയാ. ഇതെന്താ പറയാ, ഈ ബോൺസായി ചെടി ഉണ്ടല്ലോ, ബോൺസായി ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രായം 70, 50, 90, 100 വയസ്സ് കാണും, പക്ഷേ ഇത്രയേ വളരത്തുള്ളൂ. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞതല്ല. കാണുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുക ചില സത്യങ്ങളൊക്കെ. ബോൺസായികളെ പോലെ ഇറങ്ങി കാറിൽ നിന്ന് വന്നാൽ ഞാൻ എൻ്റെ മോനെ കൊടുക്കൂ. പറ നിങ്ങള് എന്തൊന്നും മിണ്ടില്ലല്ലോ നിങ്ങള്, അതെന്താ മിണ്ടാതിരിക്കുന്നത്, അല്ലേ?
കർത്താവ് എൻ്റെ മോൻ, അല്ലെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ നിർമ്മലനാണ്, വിശുദ്ധനാണ്, പരിശുദ്ധനാണ്, വിദ്യാഭ്യാസം ഒക്കെ എല്ലാം ഉള്ളവൻ. ഞാൻ വിചാരിച്ചോ, അവൻ സ്റ്റേജിലിരിക്കുക, എല്ലാ ഗുണങ്ങളും തികഞ്ഞവൻ. എൻ്റെ മോനെ വിട്ടേക്ക് അല്ലേ? കർത്താവ് ഇരിക്കുക, അവനെ മണവാട്ടി ഈ കോലുമിട്ടായും ചപ്പി പിടിച്ചോണ്ട് അമ്മയെ മാന്ന് വന്നാൽ കയ്യെ പിടിച്ചോണ്ട് അങ്ങ് ചെല്ലുവോ, കയറ്റുവോ സ്റ്റേജിലേക്ക്? ഇല്ല. അതുകൊണ്ട് നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വേണ്ടിയാ പൗലോസ് അവിടെ കൊരിന്ത സഭയെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ അവർക്കോ ഒരു കാലം ലോകത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് കൊരിന്ത സഭ മുഴുവൻ പഠിക്കുമ്പോൾ അപ്പന്റെ ഭാര്യ വരെ വെച്ചിട്ടിരിക്കുക. ഞാൻ അപ്പൻ്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, പിന്നെ ആരെ പക്ഷക്കാരൻ? 4 പക്ഷക്കാരനല്ലോ. യേശുവിന്റെ പക്ഷക്കാരൻ, പിന്നെ ഒരാളും കൊണ്ടല്ലോ പൗലോസിന്റെ പക്ഷക്കാരൻ. 4. യേശുവിനെ വിട്ടില്ല അവര്. കീറി മുറിച്ച് പൗലോസ് പറയുക, നീ ഒന്നും ദൈവരാജ്യം അവകാശമാക്കില്ലെന്നാ പറയുന്നത്. അത്ര പറയാൻ ചങ്കൂറ്റമുണ്ടാണ് പൗലോസിന്. കാരണം അറിയാമോ, ദൈവത്തിന്റെ മനസ്സ് നല്ലവണ്ണം പൗലോസിന് അറിയാം. ഹല്ലേലൂയ. കാരണം കർത്താവ് നിർമ്മലനാണ്, അവന്റെ വിശുദ്ധ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. അവൻ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നത് എൻ്റെ മോൻ അതുപോലത്തെ ഒരു ഭാര്യയാണ് അന്വേഷിക്കുന്നത്, അല്ലാതെ ലോകത്തിൽ അഴിഞ്ഞാടി നടക്കുന്ന ആൾക്കാരെ അല്ല. അല്ലേ? ഞാൻ പറഞ്ഞു തുടങ്ങാൻ പോവുകയാണ് അതിനെക്കുറിച്ച്. പെണ്ണിനെ അല്ല സ്വർഗീയ പിതാവ് അന്വേഷിക്കുന്നത്, അതുപോലെ കാത്തിരിക്കുന്നത്. ഞാൻ വ്യഭിചാരത്തെക്കുറിച്ച്, മറ്റേ പരസംഗത്തെക്കുറിച്ച് പറഞ്ഞു വരാൻ സമയമുള്ളത് പോലെ എത്രയൊക്കെ മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. ഞാനിത് പറയുന്നത് നമ്മുടെ അല്പം ഞാൻ ഇത്തിരി കട്ടിക്കൂട്ടി തന്നെ പറയുന്നത് വേറെ മറ്റൊന്നും കൊണ്ടല്ല, അകത്ത് കയറാൻ വേണ്ടിയാണ്. കാരണം ലോകം എന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ തന്നെ മറ്റവന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും നല്ലവണ്ണം. അതുകൊണ്ടാണ്. അപ്പോ ഞാൻ ക്രിസ്തുവെന്ന ഏകപുരുഷൻ നിങ്ങൾ നിർമ്മല കന്യക ഏൽപ്പിക്കാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുക. അടുത്ത വാക്യം ഭയാനകമായ വാക്കാ. നമ്മളൊക്കെ പറയും കർത്താവ്, പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ കർത്താവ് ഇപ്പൊ വരും ഞാനങ്ങ് പോകുന്നൊക്കെ നമ്മളൊക്കെ ഭയങ്കര പാട്ടും അല്ലേ, എന്തോരം നുണയാ നമ്മൾ പറഞ്ഞു കൂട്ടുന്നത്, എന്തൊക്കെയാ നമുക്ക് കാട്ടിക്കൂടുന്നത്. 3-ാം വാക്യം പറഞ്ഞു, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, ഇത് ഏത് ഭാഗമാ? ദേഹിയുടെ ബന്ധത്തിൽ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്, തൊട്ടുമോളി പറഞ്ഞു, ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി എൻഗേജ്മെന്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ പറയുന്നു ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്. നിർമ്മലത വേണമെങ്കിൽ ഏകാഗ്രത വേണം അല്ലേ? അപ്പൊ അത് പഠിക്കാൻ പോയി ഒരുപാട് കാര്യത്തിൽ ഞാൻ വീണ്ടും പോകും. അപ്പൊ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും ക്രിസ്തുവിനോടുള്ള അല്ലേ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു ദൈവദാസന നിലവിളിയ. ഇതുകൊണ്ട് പൗലോസൊക്കെ രാത്രികാലം പോയി നെടുമ്പാണും വീഴും പ്രാർത്ഥിക്കുന്നത് സഭകൾക്ക് വേണ്ടി. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ശീതം നിങ്ങൾ ഒന്ന് കുറേ അല്ലേ 39 പ്രാവശ്യം 5 പ്രാവശ്യം അടികൊണ്ട് ഒരു നീണ്ട ലിസ്റ്റ് പറയുന്നുണ്ട്. എവിടെയാ? കുറുദ് ലേഖനത്തിൽ അല്ലേ? അതാ റോമർ എണ്ണയ്ക്ക് എടുക്കാൻ പറ്റുമോ? ആ വാക്യം എടുക്കണ. അവിടെയൊക്കെ കുറെ വാക്യം പറയുന്നുണ്ട്. അവിടെ പറഞ്ഞു വന്നിട്ട് പട്ടിണി ശീതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വാക്യം പറയാ പൈതാഹം എന്ന് എഴുതി വെച്ചിരിക്കുക. പക്ഷെ അവിടെ പൈതാഹം അല്ല, ഇവിടെ പട്ടിണിയാണ്. എല്ലാം ഉണ്ടാവും പുള്ളിക്ക്. 5 ഒരടി കുറയെ 39 പ്രാവശ്യം 5 പ്രാവശ്യം അതാണ് 195 അടി കൊണ്ടിട്ട് പോലും അദ്ദേഹം പട്ടിണി കിടന്നു ശീതം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് അടുത്ത വാക്യം പൈതാഹം എന്ന്. ഇംഗ്ലീഷ് ബൈബിൾ പഠിച്ചാൽ അവിടെ എഴുതിക്കുക ഫാസ്റ്റിങ്. ഇത്രയും പട്ടിണിയാ, എന്നിട്ടും ഈ പുള്ളിക്കാലം പോയി ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കും, എൻ്റെ പൗലോസ് നിങ്ങളുടെ ഒന്ന് കൂടെ നടക്കാൻ കൊതിയാകുന്നു ഞാൻ പറയാറുണ്ട് പലപ്പോഴും അകത്ത്. കാരണം ഇത്രയും പട്ടിണിയാ, മുഴുവൻ ജീവിതം മുഴുവനും പട്ടിണിയാ. ഒന്ന് കുറേ 5 പ്രാവശ്യം 35 അടി കൊണ്ട് 195 കൊണ്ട് കർത്താവ് ഒരു പ്രാവശ്യം അടിയേറ്റിട്ടുള്ളൂ, 39 കൊണ്ടിട്ടുള്ളൂ. പക്ഷെ പൗലോസ് 195 അടിയേറ്റു. എന്തോരം കപ്പൽ ഛേദം, കള്ള സഹോദരന്മാരിൽ നിന്നുള്ള ആവശ്യമുണ്ടോ നിങ്ങള്? എല്ലാം ഏറ്റിട്ടും അദ്ദേഹം പറയാ പട്ടിണിയാ, പലപ്പോഴും പട്ടിണിയാ. എന്നിട്ട് പറയാ പൈതാഹം മീൻസ് അവിടെ ഒരു വാക്യം ഇംഗ്ലീഷ് ഫാസ്റ്റിംഗ് എവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു വാക്യത്തിൽ അവിടെ. എന്നിട്ട് ഫാസ്റ്റ് എന്നറിയാമോ? സഭകളെ കുറിച്ചുള്ള എന്താ ഒരു എരിവ പൗലോസിനൊക്കെ, സഭകളെ കുറിച്ചുള്ള എരിവ്. ഇവർ കർത്താവിന്റെ വരവിൽ നിർമ്മലന്മാരായി നിർത്തുന്നില്ലെങ്കിൽ ദൈവദാസന്മാരുടെ ജോലി എന്താ? നമ്മളെപ്പോലത്തെ ദൈവദാസന്മാർക്ക് കർത്താവിന്റെ വില ചെയ്യുന്ന ദൈവദാസന്മാരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ജോലി എന്താ? വിശുദ്ധമാണ്. അവന്റെ ഒരു വിശ്വാസിയെ ലോകത്തുനിന്ന് പറഞ്ഞു വന്ന ഒരു വിശ്വാസിയെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കർത്താവിന്റെ സഭയോട് ചേർത്തിട്ട് അവന്റെ ഹൃദയത്തിൽ ലോകത്തെ പറിച്ചു കളഞ്ഞ് അവന്റെ ഹൃദയത്തിൽ ആ വിശുദ്ധിയുടെ ദാഹം നിറച്ച്, അവന്റെ ഹൃദയത്തിൽ ദേശത്തിന് വേണ്ടി ദാഹം നിറച്ച് കർത്താവിനെ കുറിച്ച് ഏകാഗ്രതയോടെ ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പട്ടിണിയെങ്കിൽ പട്ടിണി, പൈതാഹം ഈ ഫാസ്റ്റിംഗ് എന്താണെങ്കിലും ഇതൊക്കെ യഥാർത്ഥ ദൈവദാസന്മാരുടെ ജോലി. ഇന്ന് മോഹം തരികയാ. അടുത്ത ഡിസംബറിനുള്ളിൽ നിങ്ങൾക്കൊരു ഉദാഹരണം വരാൻ പോകുന്നു മക്കളിലൂടെ. ഞാനൊരു എറോപ്ലെയിൻ കാണുന്നു, ഞാൻ മുന്തിരിക്കൊല കാണുന്നൊക്കെ പറഞ്ഞു ലോകമോഹം കയറ്റിയിടത് എത്ര ഭോഷത്വമായ. ഞാന് ദൈവദാസന്മാരെ കുറിച്ച് പറഞ്ഞു, ഒരാൾ പറഞ്ഞതാ പൗലോസൊക്കെ എന്ത് ഭോഷനാ,
ശാസിച്ചിരുന്നെങ്കിൽ പൗലോസിന്റെ മേൽ നിന്ന് ആ ശൂലം പോയേനെ, അദ്ദേഹത്തിന് മര്യാദയ്ക്ക് ജീവിക്കാമായിരുന്നില്ലേ? ഇത് ഏത് പിശാചാണെന്ന് നോക്കിയിട്ട് എനിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല എന്തായാലും. അതൊക്കെ മനസ്സിലാവണം ഞാൻ പറഞ്ഞത്. ലോകം കണ്ട് മറ്റൊരു ലോകം കണ്ടതാ. ഹല്ലേലൂയ. നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവിന്റെ സ്നേഹം വല്ലപ്പോഴെങ്കിലും ഓർക്കുക. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. പണ്ട് നല്ല ഉപായത്തിൽ ചതിച്ചു. എന്താ ഉപായം എന്താ പഴയത്? എനിക്കിവിടുന്ന് പോകാനും പറ്റുന്നില്ലല്ലോ. എന്താ ഉപായം? പറ, എന്താ ഉപായം? എന്താ സാത്താൻ ഹവ്വയെ ചതിച്ചത്? പണ്ടൊരു ചേച്ചി, പണ്ടൊരു ആന്റി അല്ലേ, വാനിറ്റി ബാഗും തൂക്കി ഭർത്താവിനെ വിട്ട് കറങ്ങാൻ ഇറങ്ങിയ ഓർമ്മയുണ്ടോ നിങ്ങക്ക്? വാനിറ്റി ബാഗും തൂക്കി ഇറങ്ങിയപ്പോ വേറത്തെ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞില്ലേ, എന്താണ് അവിടെ ചതിച്ചത്? എന്തുപായമാ ഉപയോഗിച്ചത്? എന്തുപായം? നിങ്ങളിത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകുമെന്ന് ദൈവം അറിഞ്ഞത് കൊണ്ട് അവളുടെ അകത്തേക്ക് മോഹം ഇട്ട് കൊടുത്തതാ. ദൈവത്തെ പോലെ ഞങ്ങളാകൂ, എന്നാ പിന്നെ അത് കൊള്ളാലോ. ഞാൻ വല്ലതും പറഞ്ഞു മനസ്സിലാവും. ദൈവത്തെ പോലെ ആകുകയും ഞങ്ങൾ എന്തിനാ പുള്ളിക്കാരൻ അണ്ടറിൽ കിടക്കുന്നത് അല്ലേ? ദൈവം എല്ലാ ദിവസവും വൈകിട്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കും, ബൈബിൾ വായിച്ചോ അല്ലേ? അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നല്ലേ? എല്ലാ ദിവസവും വൈകിട്ട് യഹോവയായി ദൈവം ഏതെങ്കിലും തൊട്ട് ഇറങ്ങിയിട്ട് വന്നിട്ട് ചോദിക്കും, 5 ബൈബിൾ വായിച്ചു, 5 ബൈബിൾ വായിച്ചോ? ഇന്ന് കൂട്ടായ്മ നീ അച്ഛനും ഭാര്യയും ഭർത്താവും കരങ്ങൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചോ? ഈ പുള്ളിക്കാരന്റെ പുറകെ നമ്മളെന്തിനാ? ആ ദൈവത്തെക്കാൾ മേലിലാവുമെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ? മോഹമിടുകയാ ജനത്തിന്റെ അകത്തേക്ക്. ഇതല്ലേ ഇന്നും കാണുന്നത് ലോകത്ത്. ഹൃദയത്തിനകത്ത് ഒരു ലോകമോഹമിടുകയാ. ദൈവത്തെ കൂടാതെ ജീവിക്കുവാൻ പഠിപ്പിക്കുകയാ. കർത്താവ് നമ്മെ വിളിച്ചത് ആ 7th കിങ്ഡത്തിന്റെ കീഴിൽ നിൽക്കാൻ വേണ്ടിയാ. 6th കിങ്ഡത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മെ ഭരിക്കണം, നാം ലോകത്തെ ഭരിക്കണം. അതിൽ കീഴ് നിൽക്കാത്ത ഒരുത്തരും ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ ലോകത്തെ ജയിക്കാൻ കഴിയത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ താഴെ വീണിരിക്കും. അതുകൊണ്ടാ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചില ഉൽക്കകൾ എൻ്റെ ഞാൻ വളരെ കുറച്ച് 10-20 വർഷമായുള്ള വിശ്വാസി വന്നിട്ടെങ്കിലും ഞാൻ ഒരുപാട് കർത്താവ് ചെറുപ്പം മുതൽ പഠിപ്പിച്ചു. ചില ഉൽക്കകൾ ശക്തിയോടെ തെളിഞ്ഞിങ്ങ വരും. ആകാശത്ത് ഉൽക്കളില്ലേ, തീ കത്തി വരും. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില മിനിറ്റുകൾ കഴിയുമ്പോൾ കത്തി കരിക്കട്ടയായി പോകും. എത്രയോ ദൈവദാസന്മാർ, കുറ്റം പറഞ്ഞതല്ല, അത് പറയാൻ അധികാരം സ്വർഗം തന്നതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അത് കത്തി അഭിഷേകത്താൽ ജ്വലിച്ചു പറവരും. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോണ്ടല്ലോ, 5 വർഷം പോലും തികയേണ്ട, അതിന് അഡ്രസ്സ് പോലും ഇല്ലാതായി പോകുന്നു. ഞാൻ അതിനിട്ട പേരാണ് ഉൽക്കകളെന്ന്. കാരണം കത്തി വന്നു, പക്ഷേ കരിക്കട്ടകളായി പോയി. കാരണം എന്നറിയാമോ, ചില സത്യങ്ങൾ നമ്മൾ അറിഞ്ഞേ മതിയാകും നമ്മൾ. അതുകൊണ്ട് സാത്താന്റെ ആഴങ്ങൾ അറിയാത്തവരല്ലോ, അറിയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഗ്രഹിക്കും നിങ്ങൾ? അതുകൊണ്ട് സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചെങ്ങനെന്നറിയാമോ? നമുക്ക് ദൈവത്തെ കൂടാതെ ജീവിക്കുവാൻ പഠിപ്പിക്കുക. അവിടെ നിങ്ങൾ കഴിച്ചാൽ ദൈവത്തെ പോലെയാകുമെന്ന് ദൈവം അറിയുന്നതുകൊണ്ട് നിങ്ങളെ വാണി നൽകുകയാണെന്ന്. നമ്മുടെ അകത്ത് മോഹം നിറക്കുകയാണ്. ദൈവത്തെ കൂടാതെ ജീവിക്കുവാൻ നമ്മെ പഠിപ്പിക്കുക. ഹല്ലേലൂയ അല്ലേ? കർത്താവ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചില പിശാചുക്കളെ കടക്കാറുണ്ട്. നമ്മൾ ഉപവസിച്ചാലേക്ക് ശാസിച്ചോടിക്കും. പക്ഷെ തന്നത് നമ്മുടെ ചില കൊമ്പും കോലും ഒടിയാൻ വേണ്ടി തന്നതാ. പക്ഷെ അത് ഒടിയാതെ നമ്മൾ ശാസിച്ച് പുറത്താക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം ആഗ്രഹിക്കുന്ന ആ നിർമ്മലതയ്ക്ക് നമുക്ക് വളരാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, വിട്ടുപോകുക, നമ്മുടെ സമയം അല്ലെങ്കിൽ വിട്ടുപോയി പോവും. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അല്ലേ? എന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഏകാഗ്രത വിട്ടുപോകുകയാ. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നല്ലേ? ഇവിടെ എൻഗേജ് കണ്ടു കഴിഞ്ഞാൽ ആരും ഇല്ല, ഇവിടെ പെണ്ണുങ്ങളൊന്നുമില്ല. അവരോട് ചോദിച്ചാൽ, ഇപ്പത്തെ പെമ്പിളോട് ചോദിക്കാനും പറ്റത്തില്ല, ആ പ്രശ്നം അല്ലേ? ഇപ്പൊ നല്ല ചെറുപ്പത്തിലെ കാര്യം പറയാം. കുഞ്ഞുനാളിലേക്ക് ഒരു പെണ്ണിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ അവക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, അവൾ കെട്ടിവരാൻ അല്ലെ കെട്ടാൻ പോകുന്ന ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ അറിയുക എന്നുള്ളതാ. ആണോ? ഒരു കുഞ്ഞിട്ട് കൗൺസിലിംഗ് വന്ന് പറഞ്ഞതാ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ശരിയായിക്കോളാന്ന്. ഒരു പെൺകുട്ടി പറഞ്ഞതാ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിനെ അനുസരിച്ച് സഭയെ അനുസരിച്ച് ജീവിച്ചോളാം. എത്ര ഭയാനാണെന്ന് അറിയാമോ? നമുക്ക് കാണാത്ത ലോകം പലതുമുണ്ട്. എനിക്ക് പല സത്യങ്ങളും പറയാൻ കഴിയത്തില്ല എനിക്ക്. കാരണം ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തായാലും ഓക്കെ, വിട്ടുപോകുകയാണ്. സർപ്പം ആ ക്രിസ്തുവിനുള്ള ഏകാഗ്രത നിർമ്മലതയും വിട്ടുപോയാൽ നമുക്കറിയാതെ പിശാച് നമ്മളെ ചതിച്ചു വാഞ്ചിച്ചു കളയും. അറിയാതെ ഒന്നറിയണം, ഞാൻ 33.5 വർഷം വരെ ലോകത്ത് ജീവിച്ചവനാ. ലോകത്തിലെ മോഹങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉള്ളവനാ. പക്ഷെ എൻ്റെ ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. എൻ്റെ ദേഹിൽ ഒരു ചെറിയ ഹൃദയം മാത്രമേ വന്നിട്ടുള്ളൂ, പുതിയ ഹൃദയം. അല്ലേ? അങ്ങനെയല്ലേ?
നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴും സഭയിൽ കേൾക്കുന്നതൊക്കെ ക്രിസ്തുവിനോട് അനുരൂപരാകാനാണെങ്കിൽ മാത്രമേ നമുക്കതിൽ നിൽക്കാനും കഴിയത്തുള്ളൂ. അല്ലാതെ ലോകം കേൾക്കുകയാണെങ്കിൽ വീണ്ടും അകത്തുള്ള ലോകം എന്താ പറയാ പൊങ്ങി വരികയാ. നമ്മൾ ഏതിനെയാണ് പൊക്കുന്നത്? പുതിയ ഹൃദയത്തെയാണ് പൊക്കിവിടുന്നത്, അതോ അകത്തു കിടക്കുന്ന ലോകത്തെയാണ് പൊക്കിവിടുന്നത്? എന്റെ ചോദ്യം നിങ്ങൾ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നമ്മുടെ നിർമ്മലത വിട്ടുപോകും, ഏകാഗ്രത വിട്ടുപോകും നമുക്ക്. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെയൊക്കെ എന്നോട് വർഷങ്ങളോളം മിനിസ്ട്രിയിലുണ്ടായി എന്നെ സഹായിക്കാനൊക്കെ ആയിട്ട്, ഒരുപാട് സഹായിക്കാനൊക്കെ ആയിട്ട് ഒരു ദൈവാസനുണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കിടക്കുക, വയ്യാതെ കിടക്കുക, എന്നെ ഒരുപാട് പുള്ളി പ്രസംഗിച്ച പുള്ളിയെ കാണാൻ കഴിയും. പുള്ളി ഇന്നും പുള്ളിക്ക് പേടിയാ, ബന്ധനമുണ്ട്, കെട്ടുണ്ട്, പൂട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് പറച്ച് ജീവിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താ ആകെ പ്രശ്നത്തിൽപ്പെട്ടതാ വിളിച്ചത്. ഓക്കെ, ഞാൻ നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു. പക്ഷേ സിസ്റ്റർ 7 ദിവസം ഉപവസിക്കാൻ പോകുന്നു, ഭാര്യ 7 ദിവസം ഉപവസിക്കാൻ പോകുന്നു പറഞ്ഞു. ഞാൻ വിളിച്ച് പറഞ്ഞു, 1-2 കാര്യം നിങ്ങളോട് പറയാനുണ്ട്. കാരണം ഞാൻ നല്ലവണ്ണം വഴക്ക് തന്നെയാണ് പറഞ്ഞത്, നല്ലോണം വഴക്കാണ് പറഞ്ഞത്. വർഷം 40-45 വർഷമായി ക്രിസ്തുവിനെ സേവിക്കുന്നത്. എൻ്റെ കൂടെ 13 വർഷമായി നമ്മുടെ കൂടെ പലപ്പോഴും നമ്മുടെ മിനിസ്ട്രിയിലൊക്കെ എപ്പോഴും വരുന്ന, ട്രിവാൻഡ്രത്ത് നിന്ന് തിരുനെൽവേലി വരെ വന്ന് ക്ലാസ് കേൾക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റം. ബന്ധിച്ചിരിക്കുന്നു, കെട്ടിയിരിക്കുന്നു, പല വ്യത്യസ്തമായ കാര്യങ്ങൾ പലതും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് പറഞ്ഞ് ഫോണിലൂടെ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഫാസ്റ്റിങ്ങിലിരിക്കുക എന്തുവാകട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മളെ തെറ്റിച്ച് കളയുക പിശാച്. എൻ്റെ കൂടെ ഉണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഭയം കയറ്റിവിടും, ഇല്ലെങ്കിൽ വേറെ പല മോഹങ്ങൾ കയറ്റിവിടും. എന്തുവാട്ടെ, ഞാൻ വിട്ടുപോകുന്നു. ക്രിസ്തുവിനുള്ള ഏകാഗ്രത നിർമ്മലം വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പോലും പ്രസംഗിച്ചാൽ എന്നെ വിശ്വസിക്കുന്ന പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത് കൊറിന്ത്യലേഖനത്തിലായിരുന്നു അല്ലേ? ഞാൻ പോലും വന്ന് ഞാൻ പ്രസംഗിച്ചതിന് വിപരീതമായ ഒരു സുവിശേഷം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുതെന്ന്. വേറൊരു ആത്മാവ് ഇന്ന് ലോകത്തിൽ നോക്കിയാൽ മതി, ചിരിപ്പിക്കുന്ന ആത്മാവ് അല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലെ, ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു സാധനം ചിരിച്ച വിട്ടാണ്ടല്ലോ, ഒരു തീപ്പൊരി വിട്ടാണ്ടല്ലോ, സഭ മുഴുവനും ചിരിച്ച താഴെ അവസാനം വീഴുന്നത്. ഏത് ആത്മാവാ? ഏത് ലോകമാ? പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കേണ്ട സമാധാനവും സന്തോഷവും ഇത് വേറെ ലോകത്തിൽ വേറെ ആത്മാവിനെ ചെയ്യുന്നു. കണ്ടിട്ടോ? നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ആയിരിക്കത്തില്ലേ? ഇല്ലെന്ന് പറഞ്ഞ ഇല്ല. ദൈവത്തിന് ഞാൻ പലപ്പോഴും പറയും, ദൈവം ഒരൊറ്റ വാക്കേ സംസാരിക്കത്തുള്ളൂ. അത് അങ്ങനെ തന്നെയാ, ഊവെന്ന് തന്നെ അർത്ഥം. രണ്ടാമത് ആകുമായിരിക്കും, ഒരു വാക്യമില്ല അവിടെ, ഊവ് അല്ലെങ്കിൽ ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിൽ ഒട്ടനവധി ഇഷ്ടം പോലെ, എത്രയോ എൻ്റെ കൂടെ ദൈവാസന്മാർ തെറ്റിപ്പോയ ചരിത്രം എനിക്കറിയാൻ പറയാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ ഇവിടെയൊക്കെ പണ്ട് 10-20 വർഷമൊക്കെ ആൾക്കാരൊക്കെ തന്നെയാണ്. എന്ത് പാടാൻ വിട്ടുപോകുകയാണ്. അപ്പോൾ ഇതുപോലെ ഈ വിവാഹം നടക്കാതെ വന്നേക്കാമെന്ന് പൗലോസ് ഒരു സഭയെക്കുറിച്ച് ഭയപ്പെടുന്ന കാര്യമാണ്. ദൈവദാസന്റെ വേദനയായിട്ടാണ് പറഞ്ഞത്. പൗലോസ് എന്ന് പറഞ്ഞ ദൈവദാസന്റെ വേദന പറയുക, നടക്കുമോ, നടന്നില്ലെങ്കിൽ പൗലോസിന് പ്രതിഫലമില്ല. കിരീടത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളാകുന്നു എൻ്റെ, വായിച്ചിട്ടില്ല നിങ്ങളാകുന്നു എൻ്റെ പ്രതിഫലം. നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നില്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് എന്താ കാര്യം? ഇല്ലേ, വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, നിങ്ങളാകുന്നു എൻ്റെ പ്രതിഫലം. അതുകൊണ്ട് പൗലോസ് എൻഗേജ്മെന്റ് കഴിച്ചാൽ മാത്രം പോരാ, അവരെ വചനം പഠിപ്പിച്ച് അവരെ ഹൃദയത്തിൽ ലോകം പറിച്ചു കളഞ്ഞ് അവരെ നിർമ്മല കന്യകയായി അല്ലേ നിർത്തേണ്ട ഉത്തരവാദിത്തം പൗലോസിനാ. പക്ഷെ പൗലോസ് ഭയപ്പെടുകയാ. ഇവരുടെ പോക്ക്, അവരുടെ ജീവിത രീതി, അവരെ കണ്ടിട്ട് പൗലോസ് ഭയക്കുക. വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവിന്റെ പ്രവൃത്തിയിൽ കൂടി കടന്നു പോകുക അവരെല്ലാവരും. കാരണം കള വിതച്ചിട്ട് പോയി പിശാജ് കള വിതച്ചിട്ട് പോയി. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ഓർമ്മ ശരി, പഞ്ചാബിൽ വെച്ച് അവിടെ വയലിൽ വലിയ കൃഷികൾ അവിടേക്ക് വിളഞ്ഞിരിക്കുന്ന പാടം കണ്ടു. പിന്നെ വിളഞ്ഞിരിക്കുന്ന പാടത്തിൽ നിങ്ങൾ എന്താ കാണുന്ന അറിയാമോ? വിളഞ്ഞിരിക്കുന്ന പാടം കൊയ്യാൻ പ്രാപ്തിയായിരിക്കുന്ന അല്ലേ, കൊയ്യാനായിട്ട് തികഞ്ഞിരിക്കുന്ന ഒരു വയൽ എങ്ങനെയായിരിക്കും? കതിരുകൾ എങ്ങനെയായിരിക്കും? അതിന്റെ തല അല്ലെ, എന്താ അതിന്റെ ഫലമുള്ള ഭാഗം താഴേക്ക് കുനിഞ്ഞിരിക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതൊക്കെ കാണുമ്പോൾ വല്ലപ്പോഴും പൗലോസിന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങണം. ലോകത്തിലെ ഓരോ സംഭവങ്ങൾ, ദിവസവും ഓരോ സംഭവങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കണം.
അതാണ് യഥാർത്ഥമായ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അന്ന് കർത്താവ് പഞ്ചാബിൽ വെച്ച് സംസാരിച്ചത് ഞാൻ പറഞ്ഞ വിഷയം ഇതാണ്. ഒരു കതിര് പ്രായമായാലുണ്ടല്ലോ, നിർമ്മല കന്യകയായി വിളഞ്ഞു വന്നാലുണ്ടല്ലോ, അവളുടെ തല താഴേക്ക് കുനിഞ്ഞിരിക്കും. കാരണം അത് ആത്മാവിന്റെ ഫലമാണത്. ആത്മാവിന്റെ ഫലം ഇങ്ങനെയല്ല നിൽക്കുന്നത്, താഴേക്ക് വരും. അവൻ എത്രമാത്രം താഴ്മയുള്ളവനാകുമോ അത്രത്തോളം ക്രിസ്തുവോളം താഴ്മയുള്ളവനായി തീരും. മാനുഷിക നികളവും ദൈവിക താഴ്മ എന്ന് പറഞ്ഞ ക്ലാസ് നമുക്കുണ്ട്. പേര് കേട്ടപ്പോൾ തന്നെ കിടക്കി കാണുമല്ലേ? മാനുഷിക നികളവും ദൈവിക ക്രിസ്തുവിന്റെ താഴ്മ, ദൈവിക താഴ്മ. മനോഹരമായ ക്ലാസ്. ഹല്ലേലൂയ. എന്നാൽ ആ പാടത്ത്, ആ വയലിൽ ഞാൻ വേറൊരു സാധനം കണ്ടു. കള. ദേവാചനക്കാർ ഇവരൊക്കെ എന്നെ പലപ്പോഴും എൻ്റെ കൂടെ ആൾക്കാരാ. കള. ആ കളയെ നിൽക്കുന്നറിയാമോ? നമ്മളെപ്പോലെ നിൽക്കുന്നത്, തല ഉയർത്തിപ്പിടിച്ച്. അവന്റെ വിചാരം അവനിപ്പോൾ പോകുന്ന, പക്ഷെ കർത്താവ് കൊയ്തെടുത്ത് കളപ്പരെ കൂട്ടുമ്പോൾ കളയെ കത്തിച്ചു കളയും. അതൊക്കെ മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞത്. വളരെ ക്രിസ്തു ജീവിതമൊക്കെ വളരെ ഞാൻ ഒക്കെ വിട്ടുപോകുന്നു, നമ്മൾ സമയം പോകുകയാണ്. അപ്പോൾ പൗലോസ് ഭയപ്പെടുന്ന കാര്യമാണ് വിവാഹം നടക്കുമോ ഇല്ലയോ എന്ന്. എഫേസ്യർ 1:14 പറയുന്നു, നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? മോതിരം, പെണ്ണിന്റെ പേര് ചെക്കന്റെ മോതിരത്തുമേൽ ലോകക്കാര് പറയുന്നത് അല്ലേ, ഇടുന്നത് പോലെ നമ്മളെ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുന്നതാണ് ഞാൻ ഇന്നും അവന്റെ മണവാട്ടി എന്ന് എൻ്റെ മനസ്സ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ അകം പറയുന്നത്. ആണോ ഇല്ലയോ? ഞാൻ അന്യഭാഷ പറയുന്നത് കൊണ്ടും അല്ല, അത് നല്ല കാര്യമാ. ഞാൻ പ്രവചിക്കുന്നത് നല്ല കാര്യമാ, ഞാൻ പ്രസംഗിക്കുന്നത് നല്ല കാര്യമാ. പക്ഷേ എൻ്റെ അകത്തുള്ള പരിശുദ്ധാത്മാവ് പറയണം, നീ കർത്താവിന്, ഇവൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ, അല്ലെങ്കിൽ നീ കർത്താവിനുള്ളവനെന്ന് അവിടുന്ന് ആ സ്വരം കേൾക്കാൻ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ എൻഗേജ്മെന്റ് ചെയ്തിരിക്കുക, മുദ്രയിട്ടിരിക്കുക. കാരണം ആ മുദ്രയാണ് എൻ്റെ ഇന്ന് നിൽക്കുവാൻ ഉറപ്പ് നൽകുന്നത്. കാരണം ഞാൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് എന്നെ തെളിയിക്കുന്നത് എൻ്റെ അകത്ത് വന്ന പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സ്വരം ദിവസവും കേൾക്കുന്നു, ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വരമാണ് ഞാനെന്നും ക്രിസ്തുവിനുള്ളവൻ, ക്രിസ്തുവിന് വേണ്ടിയുള്ളവൻ, ക്രിസ്തുവിന് മാത്രമുള്ളവൻ. എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. ഓരോ ദിവസം പരിശുദ്ധമായ സ്വരം കേൾക്കുന്നുകൊണ്ട് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. എഫേസ്യർ 5:23 പറയുന്നു, ക്രിസ്തു ശരീരത്തിന്റെ വിശുദ്ധമായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്കും സകലത്തിനും. ഇപ്പൊ ഞാൻ തൽക്കാലം എടുക്കത്തില്ല, അത് ഇപ്പൊ എടുത്തോളാം, അല്ല കറ തീർന്നെടുത്തോളാം. ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എനിക്കത് എടുക്കാനായിട്ട്. അപ്പൊ എന്തുമാകട്ടെ, ഒരു സ്ത്രീ ഈ ലോകത്തിൽ നിങ്ങൾ നോക്കണം, ഈ ലോകമുണ്ട്, മറ്റൊരു ലോകമുണ്ട്. ചില വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനുമൊന്നുമില്ല, എല്ലാവർക്കും തുല്യമാണ്. തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുകളെല്ലാം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടത്. അതൊക്കെ ഈ ലോകത്തിൽ, ഈ ഭൂമിക്കകത്തേക്ക് 7000 വർഷം മാത്രം ആയുസ്സുള്ള ഭൂമിക്കകത്തേക്ക് ആര് വന്നാലും, ദൈവപുത്രൻ സ്വർഗത്തിൽ ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നാലും അവൻ ഇവിടെ കീഴടങ്ങിയതേ മതിയാകും. കാരണം ഭൂമിക്കകത്തൊരു സിസ്റ്റമുണ്ട്, ഒരു പ്രവൃത്തിയുണ്ട്. അതിന് തന്നെയാ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മക്കളാണെങ്കിലും സഭയാണെങ്കിലും ഇടയന്മാരാണെങ്കിലും എന്താണെങ്കിലും അതിനൊരു ഓർഡർ ഉണ്ട്. അതിന് മനസ്സിലാവുന്നുണ്ടോ? ഓർഡർ തെറ്റിയാൽ ക്രിസ്തു ചെയ്ത് അമ്പെ പരാജയമായി തീരും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ തെളിയിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പല കാര്യങ്ങളും ഒക്കെ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. ഞാൻ ഈ വിഴുങ്ങിക്കൊണ്ട് പറഞ്ഞത് അത് പറഞ്ഞത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഓക്കെ. അപ്പൊ ഇതുപോലെ കീഴടങ്ങി നിൽക്കുന്നത് പഠിക്കുക. നമ്മള് ഇവിടെ ഇരുന്ന് പഠിക്കുകയാ, ആ ഭർത്താവിന് കീഴ്പ്പെട്ടിരുന്ന് പഠിക്കുക. ഹവ്വയെ പോലെ അല്ല, മാൻറ്റി ബാഗ് തൂക്കിക്കൊണ്ട് കറങ്ങാനിറങ്ങിയ ഹവ്വയെ പോലെ അല്ല. കീഴടങ്ങിയിരുന്ന് ആ നിർമ്മല കന്യകയെ പോലെ നമ്മൾ എന്താ പറയുക, അവന് ഏകാഗ്രതയോടെ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അതായിരിക്കണം സഭ, അതായിരിക്കണം മണവാട്ടി. ഗലാത്യർ 1:6-9 വരെ പഠിക്കുമ്പോൾ നേരത്തെ വായിച്ച വാക്യം തന്നെ, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറിയെന്ന് ഞാൻ കണ്ട് ആശ്ചര്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് വേറൊരു സുവിശേഷം കൊണ്ട് ലോകത്തെ ഭിന്നിച്ചിരിക്കുക. ഇന്ന് ലോകത്തിൽ വേറൊരു സുവിശേഷം പന്തലിച്ചിരിക്കുക. വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാ. ഇന്ന് ലോകത്തിൽ നോക്കിയാൽ കൃപയുടെ, ഗ്രേസ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയും, കൃപയുടെ മാത്രം സുവിശേഷം. പാപം ചെയ്താലും കുഴപ്പമില്ല, കൃപയിലേക്കല്ലേ വീഴുന്നത്. അത്രയും മോശം എന്താ പറയുക, നമ്മളെ എങ്ങനെയൊക്കെ ചതിക്കാൻ പറ്റുമോ അതുപോലെയല്ല ചതിക്കുന്ന ഉപദേശങ്ങളാണ് ലോകത്തിൽ കേൾക്കുന്നത്. കൃപയുടെ സുവിശേഷം എന്താണ്, കൃപയെന്ന് പോലും അറിയില്ല. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് എന്നെ പ്രാപ്തനാക്കുവാൻ എന്നെ സഹായിക്കുന്ന ശക്തിയുടെ വര ദൈവകൃപ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
ഒട്ട തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അത് ഓക്കെ വിട്ടുപോകുന്നു. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 7 മുതൽ 8 വരെ പഠിക്കുമ്പോൾ നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. ആർക്കാ? ദൈവത്തിന്. അടുത്തത് കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം, എല്ലാം നിർമ്മലമായിരിക്കും അല്ലേ, ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അവിടെ പറയും ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. അതിനെക്കുറിച്ച് പിന്നെ സംസാരിച്ചോളാം. അപ്പോൾ കാന്തന്റെ കല്യാണ സമയത്ത് കാന്തനെ പോലെ തന്നെ ഒരുങ്ങി വരികയാണ്. നിർമ്മലന എന്താ? ശുദ്ധവും ശുഭ്രവുമായി. അതിനകത്ത് വേറൊരു വാക്കിന്റെ ആവശ്യമില്ല. ശുദ്ധവും ശുഭ്രവും, നിഷ്കളങ്ക, നിർമ്മലൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഇതിനകത്ത് പെടുന്ന വാക്കാ. ശുദ്ധവും ശുഭ്രവും. ഇതിനപ്പുറത്തൊക്കെ വേറൊരു വാക്ക് നമുക്ക് മലയാളത്തിൽ കണ്ടെത്താൻ കഴിയത്തില്ല. ഞാൻ ഒരുപാട് തപ്പി നോക്കി, വേറൊരു വാക്ക് അവിടെ ഇല്ല, കാണാൻ കഴിയുന്നില്ല. എനിക്ക് പരിമിതികളേറെയുണ്ട്. അപ്പൊ അതുപോലെ കുഞ്ഞാണ്ട് കല്യാണം വന്നുവല്ലോ, അതുകൊണ്ടാ കാന്ത പറയുക നാം സന്തോഷുല്ലസിക്കുക. കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞായിരിക്കുന്നത്, നമ്മള് വിവാഹം കഴിഞ്ഞിട്ടില്ല. വിവാഹം കഴിഞ്ഞ ആരെങ്കിലും ഉണ്ട് വഴി കൂട്ടത്തില്? പിന്നെ എനിക്ക് 2 മക്കളില്ലെന്ന് ചോദിച്ചു. ഇപ്പൊ അങ്ങനെ പറഞ്ഞേക്കല്ലേ. ഞാൻ പറഞ്ഞ കാന്തനുമായുള്ള വിവാഹം കാര്യം പറഞ്ഞത്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാ, കല്യാണം നടക്കാതിരിക്കാം. കഴിഞ്ഞ ദിവസം എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കല്യാണ തലേന്ന് ഭാര്യ അല്ലെ മണവാട്ടി കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി അല്ലേ എന്നൊക്കെ പറഞ്ഞ് പോകാം, കല്യാണം മുടങ്ങാം, തീർച്ചയായും മുടങ്ങാം. ആ മുടങ്ങാതിരിക്കാൻ വേണ്ടിയാ ഇന്നീ ക്ലാസ് എടുക്കുന്നത്. ആ കല്യാണം മുടങ്ങാതിരിക്കാൻ വേണ്ടിയാ. ഇല്ലെങ്കിലുണ്ടല്ലോ മലയാള പേപ്പറിൽ ഒരു പേര് വരും അല്ലേ, ആ കല്യാണം ഉറപ്പിച്ചതാ, പക്ഷേ തലേ ദിവസം രാത്രി കിടക്കാൻ പോയതാ, പക്ഷെ രാവിലെ അവളെ കണ്ടില്ല. വിവാഹം നടന്നോ? ഇല്ല. പക്ഷെ നമ്മളെ നോക്കി നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കാരണം അറിയാമോ, ഈ മഹത്വം കൊടുക്കുക എന്ന വാക്കിന്റെ പിന്നിൽ ഒരൊറ്റ വാക്ക് മതി. അവളുടെ ആയുസ് മുഴുവനും ഏകാഗ്രതയോടെ അതിനുവേണ്ടി മാത്രം കാത്തിരുന്നു. ആ വാക്കിന് അകത്ത് മറഞ്ഞിരിക്കുന്ന ഒരൊറ്റ രഹസ്യവാർത്ത നോക്കിയാൽ മതി. ഒരായുസ് മുഴുവനും ഭൂമിയിൽ ജീവിക്കാൻ തന്ന ആ സമയം മുഴുവനും ഒരൊറ്റ ആയുസ് അതിനുവേണ്ടി ജീവിച്ചു, ഏകാഗ്രതയോടെ ജീവിച്ചു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ വാക്ക് പറയാൻ കഴിയുള്ളൂ. നാം സന്തോഷിച്ച് അവന് മഹത്വം കൊടുക്കുക. കാരണം അതിനുവേണ്ടി അവൾ ജീവിച്ചത് ശുദ്ധവും ശുഭ്രവുമായ, നിഷ്കളങ്കനായ, പരിശുദ്ധനായ, ദീർഘക്ഷമയുള്ള, ദീർഘസഹനമുള്ള. ഇതൊക്കെ നമ്മൾ ആകാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. നമുക്കിന്ന് ഈ കഷ്ടവും ദുഃഖവും പേമാരിയും അല്ലേ, ദുഃഖവും നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുന്നത് അവന്റെ സഹിഷ്ണുത പഠിക്കുവാൻ, അവന്റെ ദീർഘക്ഷമ പഠിക്കുവാൻ, അവന്റെ സ്നേഹം പഠിക്കുവാൻ ഒക്കെ പഠിക്കാൻ വേണ്ടിയാ. അവൻ തികഞ്ഞവനായിരിക്കുകയാ, നമ്മെ തികഞ്ഞവനാക്കിയെടുക്കുകയാ അല്ലേ. ഞാൻ ചോദിക്കട്ടെ, എല്ലാം സമൃദ്ധിയായി എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നമുക്ക് എന്തിന് ക്രിസ്തുവിന് ആവശ്യം? പറ നിങ്ങള്. എനിക്ക് ജോലിയുണ്ട്, വീടുണ്ട്, കാറുണ്ട്, മക്കളൊക്കെ സെറ്റപ്പാണെങ്കിൽ അല്ല സെറ്റിൽമെന്റ് ആണെങ്കിൽ എനിക്ക് ക്രിസ്തുവിന്റെ ആവശ്യമുണ്ടോ? വേണം. സൺഡേ ക്രിസ്ത്യാനിയായിട്ട് മാത്രം. കാരണം നമുക്ക് അകത്തൊരു ശൂന്യത ഉണ്ടല്ലോ. ഏത് മനുഷ്യന്റെ അകത്ത് ശൂന്യതയുണ്ട്, ദൈവമുണ്ടെന്നുള്ള ശൂന്യത. അത് തികക്കാൻ വേണ്ടി മാത്രം സൺഡേ മാത്രം വിശ്വാസിയായിരിക്കും, പേരുകൊണ്ട് മാത്രം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഇല്ലായ്മ അവന്റെ ആശ്രയം വിളിച്ചപേക്ഷിക്കുന്നത്. വിശ്വാസം ആശ്രയം അനുസരണമായും, അനുസരണം ആശ്രയമായി, ആശ്രയം അനുഗമനമായി മാറിയില്ലെങ്കിൽ ക്രിസ്തു ജീവിതം മുന്നോട്ട് പോകത്തില്ല. ഒന്നും കൂടെ ആവർത്തിക്കാം, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം അത് അനുസരണമായി മാറണം. ഇത് ബൈബിൾ വാക്കുകളാണ്. അത് ആശ്രയമായി മാറണം. എൻ്റെ സമ്പത്തിലോ, കയ്യിൽ സമ്പത്തുണ്ടായിരിക്കാം, വീട്ടിലെല്ലാം ഉണ്ടായിരിക്കാം, പക്ഷേ അവിടെ നിന്ന് പറയാതെ ഞാൻ ചെയ്യത്തില്ല. പോക്കറ്റിൽ പൈസയുണ്ട്, ശരി തന്നെയാ. അവിടെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്താൽ കർത്താവിൻ്റെ ആവശ്യം എനിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ആശ്രയിച്ചു പഠിക്കുക നമ്മൾ. ആണോ? യെസ്. ഈ ആയുസ്സിൽ ആശ്രയിച്ചു പഠിക്കുക. എല്ലാം ഉണ്ട് ഇവിടെ, ഒന്നുമില്ലാത്തവർ എല്ലാം ഉണ്ട്. അവിടെ ആശ്രയിക്കാൻ പഠിക്കുക. കർത്താവേ ഞാൻ ചെയ്തോട്ടെ, പൊയ്ക്കോട്ടെ, പറഞ്ഞോട്ടെ അല്ലേ, ആശ്രയിക്കാൻ പഠിക്കുക. അത് കഴിയുമ്പോൾ അവൻ അനുഗമിക്കാൻ തുടങ്ങുക. ഒരു ശിഷ്യനെ പോലെ അവൻ പോയതുപോലെ നമ്മളും പോകാൻ പോകുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ വിവാഹം നടക്കത്തില്ല. ഉള്ള കാര്യം പറയാം, വിവാഹം നടക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് ഉപമയല്ല, സംഭവങ്ങളിലൂടെ, ഹിസ്റ്ററിയിലൂടെ പല കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ കാലഘട്ടത്തിൽ 8 പേർ വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചതുപോലെ ഈ തലമുറയിൽ കർത്താവിന്റെ വരവിൽ 8 പേരെ പോലെ തന്നെ ചെറിയൊരു ശേഷിപ്പേ കർത്താവിന്റെ വരവിൽ പോകത്തുള്ളൂ. ലോത്തിന്റെ കാര്യം അത് തന്നെ വച്ചിരിക്കുന്നു. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട 20 ലക്ഷം ജനം മരുഭൂമിയിൽ വെച്ച് 60 ലക്ഷമായി പെറ്റുവരിക ജനം. എന്നാൽ കാനാദേശത്ത് വന്നപ്പോൾ അതേ 2 പേർ മാത്രം അവകാശമാക്കി.
ബാക്കി 20 വയസ്സിൽ താഴെയുള്ള മരുഭൂമിയിൽ ജനിച്ചവർ. എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മർമ്മങ്ങൾ കിട്ടും. മിസ്രൈമിൽ ജനിച്ച് അവിടുന്ന് പുറപ്പെട്ട ഒരെണ്ണം പോലും അകത്ത് കയറിയില്ല, 2 പേർ ഒഴിച്ച്. ഇങ്ങനെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചില മർമ്മങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. മിസ്രൈമിൽ ജനിച്ച് ലോകം കണ്ട്, മിസ്രൈം എന്ന് പറയുന്ന സ്ഥലമാ ലോകം, പണ്ട് പഠിച്ചിട്ടുണ്ട്, എടുത്തോളാം. ലോകത്തിൽ ജനിച്ച് മിസ്രൈമിൽ ജനിച്ച് അവിടുന്ന് രക്തത്താൽ വിടുവിക്കപ്പെട്ട് പുറത്തു കൊണ്ടുവന്നവർ മരുഭൂമിയിൽ ചത്തൊടുങ്ങി ദൈവം അവരെ തള്ളിയിട്ട് കൊന്നു കളഞ്ഞു. എന്നാൽ മരുഭൂമിയിൽ ലോകം കാണാതെ, മിസ്രൈമിൽ ജനിക്കാതെ മരുഭൂമിയിൽ ജനിച്ച 20 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ അവർക്ക് ആ ദേശം അവകാശമാക്കി. നിങ്ങൾക്ക് വെളിപ്പാടാകുന്ന വെളിവാക്കിയെടുത്തു. മർമ്മങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത് രാത്രി. ഹല്ലേലൂയ. ഇത് വെറുതെ ഒന്നും എഴുതി വെച്ചതല്ല, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയാ. നമുക്ക് ഈ തലമുറയിൽ ഒരു വലിയ കൂട്ടം ജനം, ദൈവ കുഞ്ഞുങ്ങൾ കൈവിടപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ എഴുതി ഹൃദയത്തെ കുറിച്ചിട്ടോ വലിയ കൂട്ടം വിശ്വാസികളും ദൈവദാസന്മാരും ഈ തലമുറയിൽ കൈവിടപ്പെടാൻ പോവുകയാണ്. ഇത് എൻ്റെ വാക്കല്ല, ആത്മാവ് നല്ലോണം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് നല്ലോണം അറിയാം. ഹല്ലേലൂയ. ഞാൻ ഇന്ത്യയുടെ മുഴുവടുത്ത് എല്ലായിടത്തും നല്ലൊരു ഭാഗത്തും ഇത് ന്യായവിധിയുടെ വാക്കാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെയാണ് ഞാനൊന്ന് വിളിച്ചു പറയാതിരിക്കുന്നത്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഹല്ലേലൂയ. ഇതും കൂടി പറഞ്ഞ അവസാനിപ്പിക്കും. 10 മിനിറ്റ് ബാക്കിയുണ്ട് നമുക്ക്. നിങ്ങൾ പാട്ടുകാരൊക്കെ എടുത്ത് സെറ്റാക്കിയിരുന്നോ? ബാക്കിയൊക്കെ അല്ലേ, പാട്ടുകാരൊക്കെ സെറ്റാക്കിക്കോ. പരസംഗം ഹേതുവായി, ഞാൻ വാക്യം നിങ്ങളുടെ മുന്നേ ഒരു വാക്യം പറഞ്ഞു നിങ്ങളോട്, അല്ലേ? കഴിഞ്ഞ ആഴ്ച ഒരു വാക്യം പറഞ്ഞു, പരസംഗം ഹേതുവായി. ഓർമ്മയുണ്ടോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. എൻ്റെ ശബ്ദത്തിൽ കൂടി പോയോ? ചിലക്ക് ആവശ്യമാണ് നമുക്ക്. മത്തായി 19-ാം അധ്യായം 3-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ വിവാഹത്തെക്കുറിച്ച് പറയുന്ന, വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ എല്ലാവർക്കും സുപരിതമായ വേദവാക്യമാണ്. ഈ തലമുറയിൽ ഏറ്റവും അധികം വിവാഹമോചനം നടക്കുന്നത് പെന്തക്കോസ്ത് കോളേജ് തന്നെയാണ്. അറിയിപ്പ്, പുതിയ അറിയിപ്പാണ്, എനിക്കറിയത്തില്ല, കേട്ട അറിയിപ്പ്. ഏറ്റവും അധികം വിവാഹമോചനം നടക്കുന്നത് നമ്മുടെ ആത്മീയ കോളത്തിൽ തന്നെയാണെന്ന് ഒരു അറിയിപ്പ്, വലിയൊരു ദുഃഖത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കുക. ഈ തലമുറയിൽ നിങ്ങൾ വായിച്ചു കാണും, നിങ്ങളെല്ലാവരും കേട്ട് കാണും. അത് കാരണം എന്നറിയാമോ? പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഇതോടുള്ള ലോകത്തോടുള്ള ബന്ധത്തിൽ മാത്രം ഞാൻ നിങ്ങൾ സംസാരിക്കുക. ഞാനത് ഫാമിലി സെമിനാർ എടുക്കുന്ന കാര്യമാണ്. പരീക്ഷന്മാർക്ക് ചില സംശയമുണ്ടായി. പരീക്ഷന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുൾ ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആണല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ യേശുവിനെ മിനിസ്റ്റർ പഠിച്ചോ? ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാ ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? മത്തായിലൊക്കെ ആ വാക്കൊക്കെ നിങ്ങൾ അവിടെ സ്ഥലക്കാർ നിന്നിട്ട് വാക്കൊന്ന് ധ്യാനിക്കണം. ആ വാക്കൊക്കെ യേശുവിന്റെ വാക്കൊക്കെ പറയാൻ കഴിയും. ആദിയിൽ അങ്ങനെയില്ലായിരുന്നു. അപ്പോൾ എന്ത് പഠിക്കുമ്പോഴും ഒന്നൊന്ന് അപ്പുറത്തേക്ക് പോകണം. എങ്ങോട്ടാ? ആദിയിലേക്ക്. അവിടെ കൃത്യമായി ദൈവത്തിന്റെ മനസ്സ് നമുക്ക് വെളിവാക്കി കിട്ടും. എന്ത് ഭാഗത്താണ് ഞാൻ വിട്ടുപോകുന്നു? അത് നിമിത്തം അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുൾ ചെയ്തിട്ട് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. എന്നിട്ട് പറയാ, അവർ അവനോട്, കാരണം നമ്മളെ പോലെയുള്ള ആൾക്കാരാ ഇടക്കിടക്ക് കർത്താവിനെ കുത്താനുള്ള പരിപാടിയില്ലേ, സംശയ ചോദ്യങ്ങൾ, കർത്താവിനെ നമ്മൾ എങ്ങനെയെങ്കിലും വീഴ്ത്താനുള്ള പരിപാടിയാണ്, കർത്താവിനെ കുടുക്കാനുള്ള പരിപാടി ചോദ്യമായിട്ട് വീണ്ടും ചോദിക്കുക. അവനവനോട് എന്നാൽ ഉപേക്ഷപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടി യേശു കൊടുക്കുക. അവർ അവനോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചത്. ഇത്ര നിങ്ങൾ പറഞ്ഞ് മനസ്സിലായോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരിക്കലും ന്യായപ്രമാണത്തിൽ പോലും ഭാര്യ ഭർത്ത ബന്ധം പിരിയുവാൻ അനുവാദമില്ല. ഹൃദയ കാഠിന്യം നിമിത്തം, നിങ്ങൾ നിമിത്തം വന്നതാ. ഈ ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിൽ 1/3 ഭാഗം അല്ലെങ്കിൽ 4/1 ഭാഗം അനുഗ്രഹത്തെക്കുറിച്ചും ബാക്കി 3 ഭാഗവും ശാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് നമുക്കുള്ളതാണോ? മീൻസ് നമുക്കല്ല, അവർക്കുള്ളതാണോ? ഇസ്ലാമക്കുള്ളതാണോ? ചോദ്യങ്ങൾ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. നമ്മളല്ല, അന്നത്തെ ആ തലമുറ, നമ്മളിപ്പോൾ ആ തലമുറ നിൽക്കുക, യഹൂദന്മാരാണ് നമ്മളെല്ലാവരും, ആ തലമുറ നിൽക്കുക. കാരണം യഹോവയെ ദൈവം പറഞ്ഞു, ഇതിങ്ങനെ അനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, വകയിൽ അനുഗ്രഹിക്കപ്പെടും, അല്ലെ പുറത്തുപോയി അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു. അടുത്ത വാക്യം ശാപം പറയുക. ഇത് ആർക്കുള്ളതായിരുന്നു? യഹൂദന്മാർക്ക് കൊടുത്താണോ? യഹൂദന് കൊടുത്തല്ലേ? അത് അല്ല. നമ്മൾ വിചാരിക്കും അത് യഹൂദന്മാരുടെ കൊടുത്ത കൽപ്പനയല്ലേ, വായിക്കുമ്പോ അങ്ങനെ തന്നെയല്ലേ അത്. ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത കൽപ്പന അങ്ങനെയല്ലെന്നത് നമ്മൾ ഈ അറിയേണ്ടത് പോലെ അറിയാത്തത് കൊണ്ടാണ് പ്രശ്നം.
ദൈവം എൻ്റെ അപ്പനെ പ്രസാദിപ്പിക്കുവാൻ അപ്പൻ എനിക്ക് മിഠായി മേടിച്ചു തരണ്ട, അപ്പൻ എനിക്ക് 5 സ്റ്റാർ മേടിച്ചു തരണ്ട. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അനുസരിക്കാതെ വരുമ്പോഴാണ് അപ്പം പറയുന്നത്, ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ, ഇപ്പോൾ ഞാൻ ജോലിക്ക് പോയി വരുമ്പോൾ നിനക്ക് KFC മേടിച്ചുകൊണ്ട് വരാം, നീ അവിടേക്കൊന്ന് തുടച്ചിട, അല്ലെങ്കിൽ എൻ്റെ വണ്ടി ഒന്ന്, നിങ്ങൾ പറഞ്ഞ മനസ്സിലാകുന്നില്ല, എൻ്റെ വണ്ടി നീ ഒന്ന് കഴുകിയിട്ടാൽ ഞാൻ പോയി വരുമ്പോൾ നീ KFC മേടിച്ചു തരാം, ഇല്ലേ? ഇത് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ കൊടുത്തത്, പറഞ്ഞത്, ഈ പ്രോമിസ് കൊടുത്തത്. കൊടുത്താലേ ചെയ്യൂ. അനുസരണമില്ലാത്ത തലമുറയായതുകൊണ്ടാ. നിങ്ങൾ വാക്കുകൾ അറിയേണ്ടതുപോലെ പഠിച്ചില്ലെങ്കിലുണ്ടല്ലോ സഹോദരങ്ങൾ, തെറ്റിപ്പോകും നമ്മളെല്ലാവരും. എൻ്റെ വാക്ക് നിങ്ങൾ ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഇതുപോലെ പല കാര്യങ്ങളും മോശ പറയുന്നു. മോശ കൊടുത്തത് നിങ്ങളുടെ ഹൃദയം, പൗലോസ് ഇവിടെ യേശു പറയാം, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അങ്ങനെ ആയി മാറിപ്പോയതാ. ഒരിക്കലും ദൈവം ഭാര്യ ഭർത്തൃബന്ധം വിട്ടുമാറുവാൻ അനുവാദം കൊടുത്തിട്ടില്ല. പിന്നീടാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആദിയിൽ അങ്ങനെയുള്ളായിരുന്നില്ല. വാക്യം ശ്രദ്ധിക്കണം കേട്ടോ. ഈ വാക്കുകളൊക്കെ ഒരുപാട് മറവ്. എന്ത് പറഞ്ഞാലും ആദിയിൽ നിന്നൊരു വാക്ക് കാണാൻ കഴിയും. അവിടെ നിങ്ങളൊന്ന് ധ്യാനിച്ചോ, ദൈവത്തിന്റെ തനി ഹൃദയം നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയും. എന്നിട്ട് പറയാം, അവൻ അവരോട്, ഞാൻ 9 വാക്യം പറയും, ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. കുറച്ചു മുമ്പ് കർത്താവ് പറഞ്ഞു, ഒരിക്കലും ഭാര്യ ഭർത്തൃ ബന്ധം പിരിയാൻ പാടില്ല, അല്ലേ? ഒരിക്കലും പിരിയാൻ വേണ്ടി ദൈവം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നിവർത്തില്ലാത്തത് കൊണ്ട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ട് മോശ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, വേറെ വഴിയില്ല. ഈ മോശനെ കൊന്നു കളയുമാരെ കൂടി തലേ കയറും, ഇല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം സംഭവിച്ചതാ. പക്ഷെ യേശു വാക്ക് പറയുക, ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്ന വ്യഭിചാരം ചെയ്യുന്നു. വല്ലാത്തൊരു വാക്കല്ലേ? പരസംഗം ഹേതുവായി. നോക്കിയേ, പരസംഗം സംഭവിച്ചാൽ, യേശു പറയുക, പരസംഗം സംഭവിച്ചാൽ നിനക്ക് നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കാം. അപ്പോ ഒരു ഉറവയിൽ നിന്ന് 2 വാക്ക് വരുന്നു. പിരിയാൻ കഴിയാത്ത ബന്ധമാണ്, മരണത്താൽ മാത്രം പിരിയുന്ന ബന്ധമാണെന്ന് കർത്താവ് ഉൽപ്പത്തി ആദിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് വീണ്ടും കർത്താവ് പറയുക, പരസംഗം നിമിത്തമില്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവർ വ്യഭിചാരം ചെയ്യുന്നു. അങ്ങനെ വായിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? അപ്പൊ കർത്താവ് പറയുക, പരസംഗം നിമിത്തം നിങ്ങൾക്ക് നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കാം. കുറച്ച് പറഞ്ഞ് ഒരിക്കലും പിരിയാൻ പാടില്ല, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ്, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. പക്ഷെ കർത്താവ് ഇപ്പൊ ട്യൂൺ മാറ്റി, പരസംഗം ഹേതുവായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാര്യയെ മാറ്റിക്കളഞ്ഞേക്ക്. അങ്ങനെയാണോ? ഇതറിയണമെങ്കിൽ പരസംഗവും വ്യഭിചാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. പരസംഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലാണ്, ലോകത്തെക്കുറിച്ചാണ് ഞാൻ പഠിക്കുന്നത്. ഇത് ഫാമിലി സെമിനാറല്ല, പഠിക്കൊന്നും വേണ്ട. ഫാമിലി സെമിനാർ ഇങ്ങനെയൊന്നും അല്ല, അത് വേറെ ഇല്ല. ഇത് ഞാൻ ലോകത്തെക്കുറിച്ച് പറയുക. പരസംഗം ചെയ്താൽ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ അനുമതി തിരുവാമൊഴിഞ്ഞ് കർത്താവ് പറഞ്ഞിരിക്കുക, അടല്ലേ? പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം ചെയ്തവൻ വ്യഭിചാരം ചെയ്യുന്നു. അപ്പൊ പരസംഗം ചെയ്താൽ അവളെ ഉപേക്ഷിക്കാമെന്ന് വേദപുസ്തകം പറഞ്ഞു വെച്ചിരിക്കുക. അത് താഴേക്ക് പറയുക, അവരോട് വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. ഇത് എല്ലാവർക്കും ഉള്ള വചനമല്ലത്. നോക്കിയേ, മത്തായി 13 പറയുമ്പോൾ ഉപമകളൊന്നും എല്ലാവർക്കും മനസ്സിലാകത്തുമില്ല, മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാ. കാരണം വരം ലഭിച്ചവർക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാകും, അല്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല. അതേ വെളിപ്പാടിലൂടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരസംഗം ഹേതുവായി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് കർത്താവ് എഴുതി വെച്ചിരിക്കുക. എന്താണ് ഇപ്പൊ ഒരുപാട് വാക്യമുണ്ട്, പരസംഗം, വ്യഭിചാരം എന്നൊക്കെ വാക്കുകളുണ്ട്. ശരിക്കും അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? പരസംഗം, ഫോർണിക്കേഷൻ ഒരു വാക്ക് ഇംഗ്ലീഷിൽ കൊടുക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ ഫാമിലി സെമിനാർ എടുക്കുന്നതിനെ കുറിച്ച് ഗ്രീക്കും ഒക്കെ എടുത്ത് വെച്ച് പഠിപ്പിക്കും നമ്മൾ. എന്നാലും എൻ്റെ ഓർമ്മ ശരി ഓടി വെച്ച് പറയാം. പരസംഗം എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നു, ഭാര്യ പരസംഗം ചെയ്താൽ, അതിന് അല്പം ഹിസ്റ്ററി കൂടി പഠിക്കേണ്ടി വരും. യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച്, ഇതിലുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, ഇല്ല, യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് ഒരു യഹൂദൻ തൻ്റെ ഒരു പെണ്ണിനെ കണ്ടെത്തി അവളോട് എൻഗേജ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അവളെ ഭാര്യയായി അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി അപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അത് വിളിച്ചു പറഞ്ഞ് ഒരു ചടങ്ങാണ്, വലിയ ചടങ്ങാണ് പരിപാടി. അത്
മനസ്സിലാവുന്നുണ്ടോ? ഈ കർത്താവ് നമ്മുടെ കർത്താവിന്റെ വരവിനെ കുറിച്ചും 7 വർഷ പീഡനകാലത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇതെല്ലാം യഹൂദൻ കല്യാണത്തിലുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് തന്നെ ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു യഹൂദനായ ചെറുപ്പക്കാരൻ പയ്യൻ അവനൊരു ഭാര്യയെ കണ്ടെത്തി, അവൻ ഭാര്യയുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഭാര്യയുടെ അപ്പനെ വീട്ടിൽ പോയി ഭാര്യയുടെ അപ്പനെ കണ്ടിട്ട് ഈ ഞാൻ ഇത്ര രൂപ തന്നേക്കാം നിന്റെ മോളെ എനിക്ക്, നമ്മൾ തിരിച്ചാ മേടിക്കുന്നത്. എൻ്റെ മോൾക്ക് അത്രയും കിട്ടിയ, എൻ്റെ മോനെ അത്രയും കിട്ടിയ നിന്റെ മോളെ ഞാൻ കൊണ്ടുവരാമെന്ന്. ഇവിടെ അങ്ങനെയല്ല. ഞാൻ നിന്റെ മോളെ ഇഷ്ടപ്പെട്ടു, നിന്റെ മോളെ ഞാൻ കൊണ്ടുപോകാൻ എത്ര അങ്ങോട്ട് തരണം? പിന്നെ അച്ഛൻ പറയും 1 ലക്ഷം എന്നൊക്കെ പറയാം, എക്സാമ്പിൾ പറയാ. ഓക്കെ, അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് അവൻ നാട്ടിലേക്ക് അവൻ്റെ വീട്ടിൽ പോവുകയാണ്. അവൻ വീട്ടിൽ പോയിട്ട് അപ്പൻ്റെ ഭവനത്തോട് ചേർന്ന് അവന് ഭവനം പണിത് പിന്നീട് വന്നിട്ടാണ് പെണ്ണിനെ കൊണ്ടുപോകുന്നത്. അതുവരെ ആ എൻഗേജ്മെന്റ് കഴിയുമ്പോൾ തന്നെ യഹൂദന്റെ പ്രമാണം പ്രകാരം അവന്റെ ഭാര്യയാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ വാക്യം ശ്രദ്ധിക്കണം. പരസംഗം നിമിത്തമല്ലാതെ എന്ന് പറയാൻ കാരണം അറിയാമോ? ഇപ്പോൾ മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില പൈസകൾ, നാണയങ്ങൾ പെണ്ണിന് കൊടുക്കും, അത് കളയാതെ ഇവൾ സൂക്ഷിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ വിട്ടുപോകുകയാണ്. ഈ പെണ്ണ് എൻഗേജ്മെന്റ് കഴിഞ്ഞ പെണ്ണ, ഈ യഹൂദന്റെ പെണ്ണ് അല്ലേ, എൻഗേജ് കഴിച്ചിരിക്കുക. ഇവളിനി ചെക്കൻ വന്ന് കൊണ്ടുപോകുന്നതിനിടയിൽ ഏതെങ്കിലും കന്നുകാലി നോക്കാൻ വന്ന ചെറുപ്പക്കാരനെ കണ്ട് കണ്ണ് കാണിച്ച് ഇങ്ങനെ കാണിച്ച് മയക്കി, അവൻ ഇങ്ങോട്ടും മയക്കി ഇവൻ അങ്ങോട്ടും മയക്കി. ഞാനും പറഞ്ഞത് ലോകമെന്ന് പറയുന്ന കാമുകനെ കുറിച്ചാ പറഞ്ഞത്. അല്ലേ, ലോകമെന്ന് പറയുന്ന കാമുകനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ലോകത്തിന്റെ മോഹങ്ങൾ അകത്ത് കയറി ആ കാമുകന്റെ പുറകെ പോയാൽ, നോക്കിയേ, പുറകെ പോയാൽ, ഞാൻ അടുത്ത ആഴ്ച ഞാൻ അതിനെ കുറിച്ച് എടുത്തോളാം. പോയാൽ ആ വിവാഹം നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ അർത്ഥം. യേശുവിന്റെ ഉപദേശമാ, കർത്താവിന്റെ ഉപദേശമാ. പരസംഗം ഹേതുവായി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വിവാഹത്തിനിടയിൽ അവൾ വ്യഭിചാരമല്ല, പരസംഗമാ. വ്യഭിചാരം എന്നുള്ളത് വിവാഹത്തിന് ശേഷം നടക്കുന്നതാ. ഒരു ഭാര്യ വ്യഭിചാരം ചെയ്താലും ഉപേക്ഷിക്കാൻ പുതിയ നിയമത്തിൽ വ്യവസ്ഥയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പരസംഗമാണ്. എൻഗേജ്മെന്റിനും വിവാഹത്തിനും ഇടക്ക് ആ പെൺകുട്ടി ഏതെങ്കിലും കാമുകനുമായി ഇഴുകിച്ചേർന്ന് പോയാൽ അവൾക്ക് വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞാൽ ഇടക്കില്ല. അതാണ് കർത്താവിടെ പറഞ്ഞ വാക്യം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നീക്ക്? ഹല്ലേലൂയ. ഇത് തന്നെയാ പൗലോസ് നേരത്തെ പറഞ്ഞ വാക്യം. എന്താ വാക്യം പറഞ്ഞത്? ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തുവെന്ന ഏകപുരുഷൻ നിങ്ങൾ നിർമ്മലകാരിയെ ഏൽപ്പിക്കാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ വിവാഹത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിൽ ക്രിസ്തുവിനുള്ള വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വിവാഹം നടക്കുമോ? കാരണം പരസംഗം ചെയ്താൽ. എൻഗേജ്മെന്റ് കഴിഞ്ഞവൾ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇല്ലാത്തവരുണ്ടോ? എല്ലാവരും എൻഗേജ്മെന്റ് കഴിഞ്ഞ ആൾക്കാരെ വിളിക്കുന്നത് അല്ലേ? എൻഗേജ്മെന്റ് കഴിഞ്ഞവർ പരസംഗം ചെയ്താൽ, ആരാ പരസംഗം? വീട്ടിൽ പണിക്ക് വന്ന അണ്ണാച്ചിയല്ല, അല്ലെങ്കിൽ ഹിന്ദിക്കാരനല്ല, അല്ലേ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള, അതല്ല ഞാൻ പറയുന്നത്. ലോകമെന്ന് പറയുന്ന കാമുകനോട് ചേർന്ന്, ലോകത്തിന്റെ മോഹത്തോട് ചേർന്ന് നാം ജീവിക്കുന്നുവെങ്കിൽ, ആ പരസംഗം ചെയ്യുന്നുവെങ്കിൽ വിവാഹം നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല എന്ന് തന്നെ അർത്ഥം. ദേശീയ പഠിപ്പിച്ച ഉപദേശമാണ്. എന്തൊന്നും മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക്? നമുക്കെന്ത് ദിവസം തെറ്റിരിക്കാം.